അടുത്ത പ്രോപ്പർട്ടിയാണ് അയോണൈസേഷൻ എനർജി. അയോണൈസേഷൻ എനർജി, അയോണൈസേഷൻ എൻതാൽപ്പി എന്നും അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയും. അത് പറയുന്നതിന് മുൻപ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണെന്നും സ്ക്രീനിങ് എഫക്റ്റ് എന്താണെന്നും ജസ്റ്റ് പറയട്ടെ. ഇനി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ലേറ്റേഴ്സ് റൂളൊക്കെ ഞാൻ അവസാന ഭാഗത്ത് പറയാം. ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസും പുറത്ത് വിവിധ ഷെല്ലുകളിലായിട്ട് ഇലക്ട്രോൺ ഉള്ളതായിട്ടാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ ഇത് ഫസ്റ്റത്തെ 2 ഇലക്ട്രോണ്, പിന്നത്തിൽ 8 ഇലക്ട്രോൺ, ആ കണക്കൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അവിടെ ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ഏറ്റവും ശക്തമായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല എവിടെയാണെന്നറിയോ? തൊട്ടടുത്തുള്ള ഈ ഷെല്ലിലാണ്. ഷെല്ലുകളിൽ നിന്നും ദൂരം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ പവർ കുറയും. ഇനി എത്ര കുറഞ്ഞാലും ഔട്ടർ ഷെല്ലിലേക്ക് ഒരു ആകർഷണം ഉണ്ടല്ലോ. ആ ആകർഷണം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ന്യൂക്ലിയസിനെ എത്ര ആകർഷിക്കാൻ പറ്റുന്നുവോ അതിൻ്റെ പേരാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അഥവാ ന്യൂക്ലിയസിന് തൊട്ട് അടുത്തുള്ള ഷെല്ലുകളൊക്കെ ന്യൂക്ലിയസിനെ പുറത്തേക്കുള്ള ആകർഷണത്തിൽ നിന്നും തടയും. ഇപ്പോൾ നോക്കേ, ഇവിടെയുള്ള ഇയാളാണല്ലോ അപ്പോൾ ഈ ന്യൂക്ലിയസ്. ഇയാൾ അതിൻ്റെ എനർജി പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് ഇവിടെ നിന്നുള്ളൊരു ഷെല്ല് തടയും. ഫസ്റ്റ് ഷെല്ലിൽ നിന്ന് തടയും. ആ ഫസ്റ്റ് ഷെല്ലിലുള്ള ബ്ലോക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോവും. അവിടെ നിന്നും കുറച്ച് തടസ്സം ഉണ്ടാവും. അതും കഴിഞ്ഞ് മൂന്നാമത്തെ ഷെല്ലിൽ അട്രാക്ട് ചെയ്യും. അതും കഴിഞ്ഞിട്ടാണ് അടുത്ത ഷെല്ലിലേക്ക് വരിക. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പും അല്ലെങ്കിൽ ഓരോ ഷീൽഡും കഴിഞ്ഞിട്ടല്ലേ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പുറത്തേക്ക് വരുന്ന എഫക്റ്റീവ് ചാർജ് ശരിക്കും ന്യൂക്ലിയസിൻ്റെ ഫുൾ പവറിൽ ഉണ്ടാവില്ല. ആ അനുഭവപ്പെടുന്ന ഈ എഫക്റ്റും കഴിഞ്ഞിട്ട് അനുഭവപ്പെടുന്നതിൻ്റെ പേരാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. ഈ ഓരോ ഷെല്ലുകളും ഇതിനെ ബ്ലോക്ക് ചെയ്തല്ലോ, ഈ ബ്ലോക്കിനെ സ്ക്രീനിങ് അല്ലെങ്കിൽ ഷീൽഡിങ് എന്നാണ് പറയാം. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും, ഷീൽഡിങ് കൂടുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമെന്ന്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അഥവാ അറ്റോമിക് നമ്പർ ആണെന്നുള്ളത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയാലും ടോപ്പിൽ നിന്ന് ബോട്ടത്തേക്ക് വന്നാലൊക്കെ അറ്റോമിക് നമ്പർ കൂടുന്നു അഥവാ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. പക്ഷേ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും വ്യത്യാസമുണ്ട്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടുമെങ്കിലും ബോട്ടത്തേക്ക് വരുമ്പോൾ റിമെയിൻ സെയിം എന്ന രീതിയിലാണ് പറയുക. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആ സ്ലേറ്റേഴ്സ് റൂൾ വെച്ച് പറയുമ്പോൾ പറയാം. ഇനി അത് പോട്ടെ, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് ജസ്റ്റ് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണെന്നിരിക്കട്ടെ. ഇത് ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, ഇങ്ങനെ ഷെല്ലുകളായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഇലക്ട്രോൺ ആണെങ്കിൽ പോലും ന്യൂക്ലിയസ് അതിനെ അട്രാക്ട് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്, അതല്ലെങ്കിൽ ഉരുത്തിരിച്ച് പോകില്ലേ? എന്നാൽ ഈ അട്രാക്ഷൻ എത്രത്തോളം എനർജിയിലാണോ ഉള്ളത്, അതിനെ ക്രോസ് ചെയ്യുന്ന ഒരു എനർജി നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വി ക്യാൻ റിമൂവ് ദാറ്റ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി. ഇങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ അഥവാ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണിനെ പുറത്തേക്ക് ചാടിക്കാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയുടെ പേരാണെന്ത്? അയോണൈസേഷൻ എനർജി. സോ വാട്ട് ഈസ് അയോണൈസേഷൻ എനർജി? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഇനി എന്താണ് ഇവിടെ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ, നമ്മളിപ്പോൾ ഒരു ചേർന്നിരിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണെന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഇതൊരു എക്സ് എന്ന ആറ്റം 5-6 ഒരുമിച്ച് നിൽക്കുകയാണ്. ഈ ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ന്യൂക്ലിയസ് ഇതും ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല് അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ. ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ എന്താണെന്നറിയോ, ഇപ്പുറത്തുള്ള ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനും ഇപ്പുറത്തുള്ള ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനും ഇതിൻ്റെ ഇലക്ട്രോണുമായിട്ട് ബന്ധങ്ങളുണ്ടായേക്കാം. നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ മോളിക്കുലാർ MOT ഒക്കെ പഠിച്ചാണല്ലോ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഒക്കെ പഠിച്ചതാണല്ലോ. മോളിക്കൂളായിട്ട് നിൽക്കുമ്പോൾ അവസ്ഥ കൂടിച്ചേർന്ന് നിൽക്കുമ്പോഴൊക്കെ മറ്റുള്ള ആറ്റത്തിൻ്റെ ഇലക്ട്രോണിനും ഈ ന്യൂക്ലിയസിന് ചെറിയ പങ്കാളിത്തം ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഇതൊന്നും ഇല്ലാത്തൊരു കേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അയാളെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ടെൻഷൻ ആവണ്ട. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയോണൈസേഷൻ എൻതാൽപ്പിയെ നമുക്ക് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിനെ ഇതൊരു ആറ്റമാണെന്ന് ഇരിക്കട്ടെ, ഈ ആറ്റത്തിന് അതിൻ്റെ അയോൺ ആക്കാൻ വേണ്ടുന്ന എനർജിയുടെ പേരാണ് അയോണൈസേഷൻ എനർജി. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു ഇറ്റ് ഈസ് എനർജി റിക്വയർഡ് റിമൂവ്
ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഇത് വലിയൊരു പോയിന്റാണ്. എന്തുകൊണ്ടെന്നാൽ നോക്കണേ, ഗ്യാഷ്യസ് ആറ്റം, ഗ്യാഷ്യസ് പോസിറ്റീവ് അയോൺ ആവാൻ വേണ്ട എനർജിയാണ് അയോണൈസേഷൻ എനർജി. എന്തല്ല നോക്കിക്കോ, ഇതൊക്കെ ഓപ്ഷനിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഇത് സോളിഡ് ആയിട്ടുള്ള എക്സ് എന്ന ആറ്റം ഗ്യാഷ്യസ് അയോൺ ആയിട്ട് മാറുകയാണ്. ഇതല്ല അയോണൈസേഷൻ എനർജി. ആക്ച്വലി ഇവിടെ 2 എനർജി പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ഈ എക്സ് സോളിഡ് എന്നുള്ളത് ഗ്യാസ് ആയി മാറി, ദാറ്റ് ഈസ് സബ്ലിമേഷൻ എൻതാൽപ്പി. പിന്നീട് അത് ഗ്യാസ് ആയി മാറി, ദാറ്റ് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി. സോ ഈ പ്രോസസ്സിൽ 2 എൻതാൽപ്പി ചേഞ്ച് നടന്നിട്ടുണ്ട്. ഇതല്ല അയോണൈസേഷൻ എൻതാൽപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയോണൈസേഷൻ എൻതാൽപ്പി എന്നാൽ ഒരു ഗ്യാഷ്യസ് ആറ്റം അതിൻ്റെ പോസിറ്റീവ് ഗ്യാഷ്യസ് അയോൺ ആയിട്ട് മാറുന്നതാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് നൗ. ഇനി നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ഇത് എനർജി ആയതുകൊണ്ട് തന്നെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക എനർജി യൂണിറ്റ് ഒന്നുകിൽ ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ 96.5 അല്ലെങ്കിൽ 49 കിലോ ജൂൾ ആണ്. 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽസ് 96.49 കിലോ ജൂൾ പെർ മോൾ. ഇനി ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം അല്ലെങ്കിൽ കിലോ ജൂൾ അല്ലെങ്കിൽ ജൂൾ, ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് പറയാം, അയണൈസേഷൻ എൻതാൽപ്പി പറയാം. ഇനി 1-2 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. നമ്മൾ എപ്പോഴും ഒരു ആറ്റത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് എന്തായാലും അട്രാക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. സോ ഇലക്ട്രോണ് പുറത്തേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എനർജി കൊടുത്തേ പറ്റൂ, വെറുതെ ഇലക്ട്രോൺ വിട്ടു തരില്ല. അതുകൊണ്ട് തന്നെ അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് എൻഡോതെർമിക്. ഇത് എൻഡോതെർമിക് ആയിരിക്കും, എനർജി അബ്സോർബിംഗ് പ്രോസസ് ആയിരിക്കും. ഓക്കെ, എനർജി അബ്സോർബിംഗ് പ്രോസസ് ആയിരിക്കും എപ്പോഴും അയോണൈസേഷൻ എനർജി. ഇനി ഒരു ആറ്റത്തിൽ നിന്നും 1ാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ ഇലക്ട്രോണിനെയും റിമൂവ് ചെയ്യാം, 3നെയും റിമൂവ് ചെയ്യാം. അതിനെയാണ് സക്സസീവ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഞാൻ ആ ടോപ്പിക്കിലേക്കാണ് വരാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഇപ്പൊ നമ്മളടുത്ത് എക്സ് എന്നൊരു ആറ്റം ഉണ്ട്. ആ ആറ്റത്തിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്നും അതിൻ്റെ ഗ്യാഷ്യസ് അയോൺ ആക്കി മാറ്റുന്ന ഈ പ്രോസസ്സിന്റെ പേരാണ് എന്ത്? ഫസ്റ്റ് അയോണൈസേഷൻ എനർജി റെപ്രസെന്റഡ് ആസ് IE1. എന്നാൽ ഈ ആറ്റത്തിൽ നിന്നും 2 ഇലക്ട്രോൺ വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഇലക്ട്രോൺ പോയി നിരിക്കട്ടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്നെ. ഇതിൻ്റെ പേരാണോ IE2? നോ, അതിൻ്റെ പേരല്ല IE2. ഞാനത് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ തന്നെ കാണിക്കുകയാണ്. ഒരു ആറ്റത്തിൽ നിന്നും 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പോസിറ്റീവ് അയോൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2ാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതിൻ്റെ പേരാണ് IE2. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എക്സ് പ്ലസ് എന്ന ഗ്യാഷ്യസ് അയോണിനെ X++ അഥവാ X2+ എന്ന ഗ്യാഷ്യസ് അയോൺ 1 ഇലക്ട്രോണും കൂടെ റിലീസ് ചെയ്തിട്ടാകുന്നതിൻ്റെ പേരാണ് IE2. സോ വാട്ട് ഈസ് IE2? ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ സെക്കൻഡ് ഇലക്ട്രോൺ, നോട്ട് 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ട എനർജിയുടെ പേരാണ് IE2. ആൻഡ് ദ തേർഡ് എനർജി ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതിൻ്റെ പേര്, അഥവാ ഓൾറെഡി 2 എണ്ണം പോയിട്ടുണ്ട്, അതിൽ നിന്നും 3ാമത്തത് റിമൂവ് ചെയ്യാൻ വേണ്ടുന്ന എനർജിയുടെ പേരാണെന്ത്? IE3. Okay, so now you studied IE1 is energy required to remove first electron, IE2 energy required to remove second electron, IE3 energy required to remove third electron and so on. ഇനി ഇതെന്താണ്? അപ്പോൾ എക്സ് എന്ന ഗ്യാഷ്യസ് ആറ്റം X3+ എന്ന ഗ്യാഷ്യസ് അയോൺ ആയിട്ട് മാറുന്നു 3 ഇലക്ട്രോൺ വിട്ടിട്ട്. ഈ പ്രോസസ്സ് അപ്പം എന്താ? ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് IE1+, IE2+, IE3 ആണ്. 3ൻ്റെയും കൂടി സമ്മാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചോട്ടെ, നല്ലൊരു ചോദ്യം ചോദിച്ചോട്ടെ. പിന്നെ IE1 ആകുമോ, IE2 ആകുമോ, IE3 ആകുമോ കൂടുതൽ എനർജി വേണ്ടി വരിക? ഏതായിരിക്കും? നോക്കിക്കോ, തീർച്ചയായിട്ടും IE3, then IE2, then IE1. എന്തുകൊണ്ടെന്നാൽ നോക്കിക്കോളൂ, IE1 എന്ന് പറയുന്നത് എക്സ് എന്ന ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള അവസ്ഥയാണ്. എന്നാൽ IE2 എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ ഓൾറെഡി നഷ്ടപ്പെട്ട് ബാക്കിയുള്ള ഇലക്ട്രോണുകളെ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുന്ന ആറ്റത്തിൽ നിന്ന് കിട്ടാനുള്ളതാണ്. IE3 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ടെൻഷനിൽ ബാക്കിയുള്ള ഇലക്ട്രോണുകളെ നല്ലോണം ജാഗരൂകമായി നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പം ഇനി നിങ്ങൾ പറയണം, ആർക്കായിരിക്കും
വീണ്ടും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ താല്പര്യം നല്ലോണം ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ റിലീസ് ചെയ്യാൻ കഴിയില്ല ആർക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ അടുത്തുള്ള ആറ്റത്തിൽ 15 പ്രോട്ടോൺ ഉണ്ടെന്നിരിക്കട്ടെ. 15 പ്രോട്ടോൺ എന്നാണ് അറ്റോമിക് നമ്പർ 15. അതിൽ സ്വാഭാവികമായിട്ടും 15 ഇലക്ട്രോണുമാണല്ലോ ഉണ്ടാവുക. 15 പ്രോട്ടോണും 15 ഇലക്ട്രോണും. ഇനി നോക്കണം, ഈ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ, ഞാനൊരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട കേസ് മൈനസ് ഇലക്ട്രോൺ എന്ന് കാണിച്ചു, അവിടെ പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ മാറ്റമുണ്ടോ? ഇല്ല. ഇലക്ട്രോൺ ഇപ്പം എത്രനായി? 14നായി. ഇതാ ഞാൻ പ്രോട്ടോൺ ഇലക്ട്രോൺ ഇങ്ങനെ കാണിച്ചു. ഇപ്പോൾ ഈ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം 15 പ്രോട്ടോണിന് 14 ഇലക്ട്രോണേ ഉള്ളൂ. ഞാനത് കുട്ടികളുടെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലാസ്സിൽ 5 കുട്ടികളുണ്ടെന്ന് ഇരിക്കട്ടെ. ടീച്ചറുടെ കയ്യിൽ 5 ചോക്ലേറ്റും ഉണ്ട്. ആ 5 കുട്ടികൾക്കും ഓരോ ചോക്ലേറ്റ് വീതം കൊടുത്തു. പ്രശ്നം സോൾവായി. ഇനി നമ്മുടെ ക്ലാസ്സിൽ 5 കുട്ടികളിൽ നിന്നും ഒരു കുട്ടി പോയി, പക്ഷെ ടീച്ചറുടെ കയ്യിൽ ഇപ്പോഴും 5 ചോക്ലേറ്റ് ഉണ്ട്. ഇപ്പം എങ്ങനെ ഉണ്ടാവുമെന്നറിയോ? ആ 5 ചോക്ലേറ്റിൽ 4 എണ്ണം ഓരോരുത്തർ കൊടുത്താലും ഒരെണ്ണം ബാക്കിയില്ലേ, അത് മുറിച്ചിട്ട് വീതം വെച്ച് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും കിട്ടിയ പവർ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ എമൗണ്ട് കൂടി. എന്ന പോലെ തന്നെയാണ് ഒരു ഇലക്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോണിലേക്കുമുള്ള ന്യൂക്ലിയസിൻ്റെ പവർ കൂടും, അഥവാ ഒന്നും കൂടി ഇലക്ട്രോൺ അട്രാക്ട് ചെയ്ത് നിർത്തും. അപ്പോൾ ആകർഷണം കൂടിയ ഇലക്ട്രോണെ പുറത്തേക്ക് ചാടിക്കാൻ കൂടുതൽ എനർജി വേണ്ടി വരും. അതുകൊണ്ടാണ് മോർ പോസിറ്റീവ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ എനർജി വേണ്ടി വരിക. അപ്പോൾ കൺക്ലൂഡ് ചെയ്യട്ടെ, ഗ്രേറ്റർ ദ പോസിറ്റീവ് ചാർജ്, ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ഫർദർ ഇലക്ട്രോൺ വിൽ ബി വെരി വെരി ഹൈ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്, ഇനി അടുത്ത പോയിന്റ് നോക്കിക്കോ. സിൻസ് ദ റിമൂവ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ് അയോൺ റിക്വയർ മോർ എനർജി, IE2 വിൽ ബി ഹൈ. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി മറ്റൊരു പോയിന്റ് നോക്കൂ, ഈ റിസൾട്ട് കൺക്ലൂഡ് ചെയ്യാം. IE3 ഗ്രേറ്റർ ദാൻ, IE2 ഗ്രേറ്റർ ദാൻ, IE1 എന്ന് എഴുതാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു ആറ്റത്തിനെ അയോണൈസ് ചെയ്താൽ, അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി കൊടുത്തിട്ട് അതിനെ നമ്മൾ എന്താക്കി, X+ ആക്കി, അതിനെ IE2 കൊടുത്ത് X2+ ആക്കി, IE3 കൊടുത്ത് X3+ ആക്കി, IE4 കൊടുത്ത് ഇതണ്ട ഇങ്ങനെ പോയി. ഇത് IE1, ഇത് IE2, ഇത് IE3, ഇത് IE4, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്? ഇതിൽ സാധാരണ ഈ IE2 മൈനസ് IE1 ചെയ്ത് കഴിഞ്ഞാൽ 1540 കിലോ ജൂളിൻ്റെ റൗണ്ടിലേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇത് ചെയ്താലൊക്കെ അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിനേക്കാളും വലിയ വാല്യൂ ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം അത് അതിൻ്റെ വാലൻസി കഴിഞ്ഞ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, അലൂമിനിയം എന്ന ആറ്റത്തിൻ്റെ വാല്യൂ വെച്ച് ഞാൻ കമ്പയർ ചെയ്യാം. അലൂമിനിയം എന്ന ആറ്റത്തിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ 577, 1816, 2244, 11578. So an atom can be ionized if the difference in energy is 1540. 1540 എനർജി വ്യത്യാസമാണ് നോർമലി ഉണ്ടാവുക. അതിനേക്കാളും കൂടുതൽ എനർജി ഉള്ള ആൾക്കാർ ആണെങ്കിൽ അർത്ഥം അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കണേ, ഈ ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ജസ്റ്റ് 1540യേക്കാൾ താഴെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 1540യേക്കാൾ താഴെയാണ്. എന്നാൽ ഈ ഡിഫറൻസ് നോക്ക്, ഇത് 11500, ഇത് 2200. ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 9000ൻ്റെ മേലെ, ഒരു 10,000ൻ്റെ അടുത്ത് ഡിഫറൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് എത്ര പാടുള്ളൂ? 1500 റേഞ്ചിലേ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ അർത്ഥം അലൂമിനിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ ആ 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലത്തെ ഷെല്ലാണുള്ളത്, അഥവാ നോബിൾ ഗ്യാസിൻ്റെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ എത്തി. അവിടെ നിന്ന് ഇലക്ട്രോൺ കിട്ടാൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വേണമെന്നുള്ളതാണ്. സോ നമുക്ക് തന്നിട്ടുള്ള എനർജി വാല്യൂവിൽ നിന്ന് ഇപ്പോൾ ഇത് ജൂൾ വെച്ചിട്ടുള്ള കണക്കാണ്, കിലോ ജൂൾ വെച്ചിട്ടുള്ള കണക്കാണ്. നമുക്ക് ഏതെങ്കിലും യൂണിറ്റ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ. X എന്നൊരു ആറ്റം ഉണ്ടെന്നിരിക്കട്ടെ. ഇതിൻ്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എന്നാണ് ചോദ്യം. വാല്യൂ തന്നിട്ടുള്ളത് 100, 150, പിന്നെ 800, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വാലൻസി ഓഫ് X? നോക്കണേ, 100ൽ നിന്നും 150ലേക്കുള്ള ഡിഫറൻസ് 50 ആണ്. സ്വാഭാവികമായിട്ടും അടുത്തത് വരേണ്ടത് ഒരു 200, 250 റേഞ്ചിലേ പാടുള്ളൂ. ഇത് വന്നിട്ടുള്ളത് അത്ര 800 എന്ന വലിയ സംഖ്യയാണ്. അതിനർത്ഥം
ഈ ഒരു ഇലക്ട്രോൺ വിട്ടപ്പോൾ തന്നെ നോബിൾ ഗ്യാസ് ആയി. സോ ഇതിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ 1 ആണെന്നും ഇത് ഗ്രൂപ്പ് 1 എലമെൻ്റ് ആണെന്നും പറയാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സി ഇനി ഞാനിപ്പോൾ ഈ സാധനം തന്നെ ഒന്നും കൂടി കാണിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ 200 ആണ്, പിന്നത്തെ വാല്യൂ ആണ് 900 നിൽക്കുന്നത്. ഇപ്പം എന്തായി? ഇവിടെയുള്ള വ്യത്യാസം 50, ഇവിടെയുള്ള വ്യത്യാസം 50, പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം എത്രയാ? 700 ആണ്. ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നർത്ഥം നമുക്ക് IE1 സംഭവിപ്പിക്കാൻ പറ്റി, IE2 പറ്റി, പക്ഷെ IE3 റിക്വയർ ഹ്യൂജ് എനർജി. ദാറ്റ് മീൻസ് ഇതിനകത്ത് 2 ഇലക്ട്രോൺ ആണ് റിമൂവബിൾ. പിന്നെ രണ്ടാമത്തെ ഇലക്ട്രോണും പോയി കഴിഞ്ഞാൽ ആള് നോബിൾ ഗ്യാസിൽ എത്തും എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇനി ഞാൻ ആ പോയിന്റിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടെ. A metal can be ionized till the successive ionization energy does not increase by about 1540 kilojoule per mole or 16 electron volt per atom, with some exception. ഞാൻ നേരത്തെ പറഞ്ഞു. The first 4 ionization energies of aluminum are 577, 1816, 2244 and 11578 kilojoule per mole respectively. That means aluminum can form Al3 plus and not Al4 plus, because the difference in 15, that means E value difference in 9334 kilojoule. This is much higher than the forbidden value, that is 1540. ഈ 1540 ഒരു 1600 റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അയോണൈസ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര വ്യത്യാസത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് നോബിൾ ഗ്യാസ് എത്തി എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ എനർജിയാണ് പറയാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ എനർജി. What are the factors affecting ionization energy? Point number 1, atomic size. Atomic size നിങ്ങൾക്കറിയാലോ, ഒരു ആറ്റം എന്ന് പറയുന്നത്, ഞാൻ 2 ആറ്റത്തെ വരച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത പറയാൻ പോവാണ്. ഈ ആറ്റത്തിനെ സംബന്ധിച്ച് ഔട്ടർ ഷെൽ ഇതാണ്, ഈ ആറ്റത്തിനെ സംബന്ധിച്ച് ഔട്ടർ ഷെൽ ഇതാണ്. ഈ ആറ്റം അതിൻ്റെ പവർ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പിന്നീട് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിൽ അതിൻ്റെ ഇലക്ട്രോൺ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ വലിപ്പം കുറവായതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസിന് ഈ ഇലക്ട്രോണിലേക്ക് മോശമില്ലാത്ത രീതിയിൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിന് ഈ ഷീൽഡിങ്ങും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്താൻ പറ്റുക. അഥവാ ഔട്ടർ ഷെല്ലിലേക്ക് ന്യൂക്ലിയസിന് എത്താത്ത രീതിയിലാണുള്ളത്. വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഔട്ടർ ഷെല്ലിലേക്കുള്ള ആകർഷണം കുറയുമല്ലോ. ആകർഷണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇലക്ട്രോൺ വേഗം ചാടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് അറ്റോമിക് സൈസ് കൂടിയാൽ ഇലക്ട്രോണിനെ എളുപ്പത്തിൽ റിലീസ് ചെയ്യാൻ പറ്റും. അഥവാ ഇലക്ട്രോൺ റിലീസ് ചെയ്യാൻ കുറച്ച് എനർജി കൊടുത്താൽ മതി. ദാറ്റ് ഈസ് അയോണൈസേഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ന്യൂക്ലിയർ ചാർജ്. യെസ്, ന്യൂക്ലിയർ ചാർജ്. ഞാൻ അതേ ഓർഡറിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നതിനേക്കാളും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ് പറയേണ്ടത്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഔട്ടർ ഷെല്ലിലേക്കുള്ള അട്രാക്ഷനാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഔട്ടർ ഷെല്ലിലേക്കുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടുക എന്നാണല്ലോ. അത് കൂടിയാൽ എന്തായിരിക്കും? അയോണൈസേഷൻ എനർജി കൂടും. മൂന്നാമത്തത് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഔട്ടർ ഷെല്ലിലേക്ക് ആകർഷിക്കാൻ നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ന്യൂക്ലിയസിന് ഔട്ടർ ഷെല്ലിലേക്കുള്ള ആകർഷണം കുറയല്ലേ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണിനെ വേഗം റിലീസ് ചെയ്തൂടെ. സോ സ്ക്രീനിങ് കൂടിക്കഴിഞ്ഞാൽ അയോണൈസേഷൻ എനർജി കുറയും. ഓക്കെ, സ്ക്രീനിങ് കൂടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് എഫക്റ്റീവ് ആയിട്ടുള്ളത് കുറയും. അതിനാൽ അയോണൈസേഷൻ എനർജി കുറയും. നാലാമത്തത് സബ്ഷെൽ ഫ്രം വിച്ച് ഇലക്ട്രോൺ ഈസ് ടു ബി റിമൂവ്ഡ്. ദാറ്റ് ഈസ് നമുക്കറിയാം എസ്, പി, ഡി, എഫ് സബ്ഷെല്ലുകളാണല്ലോ ഉള്ളത്. ഇതിൽ എസ് ആണ് ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്നത്. എസ് ഈസ് മോർ പെനട്രേറ്റഡ് ടു ദ ന്യൂക്ലിയസ്. എസ് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ആവുമ്പോൾ എന്താ പ്രശ്നം? ന്യൂക്ലിയസിൻ്റോട് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എളുപ്പം എഫിൽ നിന്നാണ്, പിന്നെ ഡി, പിന്നെ പി, പിന്നെ എസ് എന്ന രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. 2s ഉണ്ട്, എന്താ പറയുക, 2s ആവണ്ട, ഒരു 4s ഉണ്ട്, 3p ഉണ്ട്. 4s ഉം 3pയും. അപ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ എളുപ്പം പി എന്നാണോ എസ് എന്നാണോ? ഇവിടെ എസ്സിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എസും പിയും ഉണ്ടെങ്കിൽ അവിടെ എസ് എന്നാണ് കിട്ടുക, പി എന്നാണ് കിട്ടുക, എസ് എന്നല്ല.
ഉള്ളിലത്തെ ഒരു പിയും പുറത്തത്തെ ഒരു എസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫ് പ്രിൻസിപ്പിൾ പ്രകാരം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള എസ്സിൽ നിന്ന് തന്നെയാണ് കിട്ടുക. ആ ഷെല്ലിൽ പിയും ഉണ്ടെങ്കിൽ പി എന്ന് കിട്ടിയിട്ട് എസ് എന്ന് കിട്ടുള്ളൂ എന്നർത്ഥം. ഒന്നുകൊണ്ട് പറയട്ടെ, ഇതിപ്പോൾ 3S 3P 3D 3F ആവുകയാണെങ്കിൽ 3F ഇല്ല എന്ന് 3D വരെ പറയട്ടെ, അതിൽ നിന്ന് കിട്ടില്ല ആരാ ഫസ്റ്റ് 3D എന്ന് ഇലക്ട്രോൺ കിട്ടിയിട്ട് 3P കിട്ടുള്ളൂ, 3P എന്ന് കിട്ടിയിട്ട് 3S കിട്ടുള്ളൂ. എന്നല്ല 3Pയും 4Sഉം ഉണ്ടെങ്കിൽ അവിടെ P കഴിയാൻ നിൽക്കേണ്ടതില്ല, പിന്നെയോ 4S എന്ന് കിട്ടിയിട്ട് 3Pയിലേക്ക് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ എനർജി ലെവലിലേക്ക് വരുമ്പോഴാണ് ഈ കമ്പാരിസന് പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു അഞ്ചാമത്തെ പോയിന്റാണ് സിമെട്രി ഇൻ കോൺഫിഗറേഷൻ. സിമെട്രി കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം എന്നറിയോ? നമുക്കറിയാലോ പി ഓർബിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഹാഫ് ഫിൽഡ് ആയ സ്റ്റേബിൾ ആണ്, ഫുൾ ഫിൽഡ് ആയാലും സ്റ്റേബിൾ ആണ്. ഇത് നോക്ക്, ഇത് P3 കോൺഫിഗറേഷനാണ്, ഇത് P4 കോൺഫിഗറേഷനാണ്. അപ്പോൾ ശരിക്കും ന്യൂക്ലിയർ ചാർജ് കൂടുതലുണ്ടാവുക ഇയാൾക്കായിരിക്കും ഇതിനേക്കാളും, കാരണം ഇതിൽ 7 ഇലക്ട്രോൺ ആണെങ്കിൽ ഇതിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഇതിന് 7 പ്രോട്ടോൺ ആകുമ്പോൾ ഇതിന് 8 പ്രോട്ടോൺ ഉണ്ടാവും. പക്ഷേ ഇത് ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റിയിലുള്ളതായതുകൊണ്ട് തന്നെ ഈ സ്റ്റെബിലിറ്റി ഡിസ്റ്റർബ് ആവാൻ പിക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പിയിൽ നിന്ന് ഹാഫ് ഫിൽഡ് പിയിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടാൻ ഇതിനേക്കാളും ബുദ്ധിമുട്ടാവും. കൺഫ്യൂഷൻ ആയോ? Half filled and full filled orbitals are stable, so removal of electron from stable configuration is difficult. ഇപ്പോൾ നോബിൾ ഗ്യാസുകൾ ഇതേപോലെ തന്നെ P6 ആണല്ലോ, ഭയങ്കര എനർജിയാണ് നോബിൾ ഗ്യാസിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പീസ് ഓഫ് നോബിൾ ഗ്യാസസ് ആർ വെരി ഹൈ ബിക്കോസ് ഓഫ് ദെയർ സ്റ്റേബിളസ്റ്റ് കോൺഫിഗറേഷൻ. ഇനി ഞാൻ ഒന്നും കൂടി ഇതിലേക്ക് എന്ന് പറയട്ടെ, P3 P4 P5 P6 ഇങ്ങനത്തെ കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ ഇത് ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ ആണ്, ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ആളല്ലേ. അതുകൊണ്ട് ഇതിനേക്കാളും എനർജി കിട്ടാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ കിട്ടാൻ ബുദ്ധിമുട്ട്, അഥവാ എനർജി കൂടുതൽ വേണ്ടി വരും ഇതിനാണ്. എന്നാൽ ഇതിൽ വീണ്ടും ഇലക്ട്രോൺ കൂടിയത് കൊണ്ട് ഇതിനേക്കാളും കൂടുതലായിട്ട് തന്നെയാണ് വരിക. ഇത് സ്റ്റേബിളസ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും ടോപ്പ്. ഇപ്പം ഞാൻ അതിൻ്റെ എനർജി എഴുതി കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് P6, ദെൻ P5, ദെൻ P4 ആണ് വേണ്ടത്, അത് P3 ആവും, ദെൻ P4, ഇങ്ങനെയാണ് വരാന്ന്. അപ്പോൾ ജസ്റ്റ് അടുത്തുള്ള മെമ്പറിലേക്ക് മാത്രമേ ഇത് എഫക്റ്റ് ആവുള്ളൂ. ഹാഫ് ഫീൽഡ് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 2 3 ഒന്നും പരിഗണിക്കാതെ മൊത്തം P3 P6 സ്റ്റേബിൾ ആണെന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തരുത്. തൊട്ടടുത്തുള്ള ആളില്ലേ, P3യുടെ തൊട്ടടുത്ത് ആരാ P4. P4നേക്കാളും സ്റ്റേബിൾ ആണ് P3, അതുകൊണ്ട് P3യിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. P5 ആണെങ്കിലോ അത് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി, അത് പിന്നെ ഇതിനേക്കാളും ബുദ്ധിമുട്ടാകും. P5 P3യേക്കാളും ബുദ്ധിമുട്ട് തന്നെയാണ്. ഹോപ്പ് യു ആർ ഗെറ്റിംഗ്. ഇവിടെ 2 പ്രോട്ടോൺ കൂടിയിട്ടുണ്ട്. ഒരു പ്രോട്ടോൺ കൂടിയത് സ്റ്റെബിലിറ്റി വെച്ചിട്ട് ഇവർ മാനേജ് ചെയ്യും, അതിനേക്കാൾ മുമ്പ് ചാടും. ഓക്കെ, സോ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ തൊട്ട് അടുത്ത മെമ്പർ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകല്ലേ. യെസ്, സോ പിയുടെ കേസ് ഇത് ഇതേപോലെ ഡി എടുക്കുകയാണെങ്കിൽ ഡിയെ സംബന്ധിച്ച് D5ഉം D10ഉമാണ് ഫുള്ളി സ്റ്റേബിൾ. എഫിനെ സംബന്ധിച്ച് F7ഉം F14ഉമാണ്. അതെല്ലാം നിങ്ങൾ ലാന്തനൈഡും ഡി ബ്ലോക്കിനൊക്കെ പറ്റി പഠിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. ഇനി നോക്കണേ, പീരിയോഡിക് ട്രെൻഡ് നമ്മൾ ഗ്രൂപ്പിലും പീരീഡിലും പറയാം. പീരിയോഡിക് ട്രെൻഡ്, ഇപ്പോൾ എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് പഠിച്ചു, അയോണൈസേഷൻ എനർജിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റി പഠിച്ചു. ഇനി പീരിയോഡിക് ടേബിളിലെ ട്രെൻഡ് പറഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്ക് തീരുമല്ലോ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. ട്രെൻഡ് നമുക്കറിയാം, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടുന്നു, ഇൻക്രീസസ്. എന്തുകൊണ്ട്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സൈസ് കുറയുന്നത് കൊണ്ട്. ടോപ്പ് ടു ബോട്ടം വന്നാൽ അയോണൈസേഷൻ എനർജി കുറയുന്നു, കാരണം വലുപ്പം കൂടുന്നത് കൊണ്ട്. വലുപ്പം കൂടുമ്പോൾ നമുക്കറിയാലോ ന്യൂക്ലിയസിന് ഔട്ടർ ഷെല്ലിലേക്കുള്ള ആകർഷണ ബലം കുറയുമല്ലോ, അതിനാൽ അയോണൈസേഷൻ എനർജി കുറയും. സോ താഴേക്ക് വരുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയും, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ട്രെൻഡ് ഒന്ന് വിശകലനം ചെയ്യുന്ന നോക്കിക്കോളൂ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോവാണ്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇതാണല്ലോ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴുള്ള ഓർഡർ. അപ്പോൾ നമ്മൾ കണക്ക് പ്രകാരം എങ്ങനെ വരേണ്ടത് ഏറ്റവും കൂടുതൽ ഇയാൾക്ക്, പിന്നെ 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 ഏറ്റവും കുറവ് ലിഥിയത്തിന് എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. പക്ഷേ ദർ ആർ സം ഇറഗുലാരിറ്റീസ്. നമ്മൾ നേരത്തെ റീസൺ പഠിച്ചിട്ടുണ്ടല്ലോ, ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഫാക്ടേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇറഗുലാരിറ്റി ഇവിടെയുണ്ട്. ആ ഇറഗുലാരിറ്റി ഏതൊക്കെയാണെന്നറിയോ? ബെർലിയത്തിന് ബോറോണിനേക്കാളും കൂടുതലാണ്. ഇവിടെ ഒന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുണ്ട്.
നൈട്രജൻക്ക് ഓക്സിജനേക്കാളും കൂടുതലാണ്. ഈ രണ്ട് ഇറഗുലാരിറ്റി നിങ്ങളിവിടെ പഠിച്ചു വെക്കണം. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ഓർഡർ പിന്നെ ഉണ്ടാവുക നോക്കിക്കോ. ലിത്തിയം ബോറോൺ, ബെർലിയം കാർബൺ, ഓക്സിജൻ നൈട്രജൻ, ഫ്ലൂറിൻ നിയോൺ. നോക്കണേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നോക്കിക്കോ, ഇങ്ങനെയാണ് ഓർഡർ. ആ ഇറഗുലാരിറ്റി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ബെർലിയം ബോറോൺ വേണ്ട സ്ഥാനത്ത് ബോറോൺ ബെർലിയമായി, ഓക്സിജൻ നൈട്രജൻ, നൈട്രജൻ ഓക്സിജൻ വേണ്ട സ്ഥാനത്ത് ഓക്സിജൻ നൈട്രജനായി, അഥവാ നൈട്രജൻക്ക് കൂടുതലായി. ഇനി ഞാൻ ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാകും. നോക്കിക്കോ, കോൺഫിഗറേഷനിലേക്ക് പോവാണ്. കോൺഫിഗറേഷനിൽ പോകുന്നതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിന് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്താൽ കിട്ടുന്ന സംഭവമാണിത്. കണ്ട, ലിത്തിയം പിന്നെ ബെർലിയമാണ്, അതിനേക്കാൾ കുറവ് ബോറോൺ, പിന്നെ കാർബൺ നൈട്രജൻ, കുറവാണ് ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ അതിൻ്റെ വാല്യൂ കൂടെ കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. 520 ലിഥിയത്തിന്, എന്നാൽ 899 ബെർലിയം. പക്ഷേ 801 ആർക്കുള്ളൂ? ബോറോണുള്ളൂ. ആ വാല്യൂ കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ 2080 ആർക്ക്? നിയോണിനുള്ളത്. കണ്ട, ഇതാണ് അയണൈസേഷൻ എനർജിയുടെ ഡിഫറൻസ്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഈ ഓർഡറിന് കാരണം കോൺഫിഗറേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ലിഥിയത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s1 എന്നാണ് അവസാനിക്കുന്നത്. ബോറോൺ ആണെങ്കിലോ 2s2 2p1ലാണ്. ബെർലിയം ആണെങ്കിൽ 2s2 മാത്രമേ ഉള്ളൂ, 2s2. കാർബൺ ആണെങ്കിൽ 2s2 2p2. ഓക്സിജൻ ആണെങ്കിൽ 2s2 2p4. നൈട്രജൻ ആണെങ്കിൽ 2s2 2p3. ഫ്ലൂറിൻ ആണെങ്കിൽ 2s2 2p5. ഇയാളാണെങ്കിൽ 2s2 2p6. ഒന്നും പറയാനില്ലല്ലോ, 2s2 2p6. ഇതാണ് അവസ്ഥ, 2s2 2p6. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം നോക്ക്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് 2s2 2p6 ഫസ്റ്റ്, പിന്നെ p5 കഴിഞ്ഞാൽ p4 ആണ് വരേണ്ടത്. ഹാഫ് ഫീൽഡ് സ്റ്റേബിൾ ആയതുകൊണ്ട് p3 മുമ്പ് ചാടി. ഇനി ഒരു ഇറഗുലാരിറ്റി കാണുന്നത് ഇവിടെ അല്ലേ? നിങ്ങളത് കോൺഫിഗറേഷനിലേക്ക് നോക്കി അതിന് ഉത്തരം വന്നിട്ടുണ്ടാവും. ഇത് 2s2 എന്നുള്ള സ്റ്റേബിൾ കോൺഫിഗറേഷനാണ്. ഇത് കണ്ടാൽ 2p1 കയറി കിടക്കേണ്ട അവിടെ. ആ p1 വിട്ട് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള 2s2 എത്താൻ പറ്റും. മോറോവർ ഇവിടെ ഇലക്ട്രോൺ കിട്ടേണ്ടത് എസ്സിൽ നിന്നാണ്, ഇവിടെ കിട്ടാനുള്ളത് പിയിൽ നിന്നാണ്. പിന്ന് ഇലക്ട്രോൺ കിട്ടാൻ എളുപ്പമാണ് എസ്സിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് ഈ പിത്ത് ഇലക്ട്രോൺ വേഗം പോകും ഈ എസ് എന്ന് കിട്ടുന്നതിനേക്കാളും. അതുകൊണ്ട് ബെർലിയത്തിന് കൂടുതലാണ്. റൈറ്റ്. സോ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ടെൻഷനൊന്നുമില്ല, നേരെ കൂടി വരികയാണ്. പക്ഷെ പീരീഡിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ പോവാണ്. ലിഥിയം, ബോറോൺ, ബെർലിയം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് 3-ന് ഗ്രൂപ്പ് 2-നേക്കാളും അയണൈസേഷൻ എനർജി വേണമായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് 2-നാണ് കൂടുതൽ. ഗ്രൂപ്പ് 16-ന് 15-നേക്കാൾ വേണമായിരുന്നു. പക്ഷേ 15-നാണ് കൂടുതൽ. ഇവിടുത്തെ കാരണം നമ്മൾ മനസ്സിലാക്കി. ഗ്രൂപ്പ് 3-ത്തെ ആൾക്ക് 2p1 എന്ന അൺസ്റ്റേബിൾ കോൺഫിഗറേഷനാണ്, ഇയാൾക്ക് 2s2 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷനാണ്. മോറോവർ ഇയാളെ സംബന്ധിച്ചിടത്തോളം പിയിൽ നിന്നാണ് ഇലക്ട്രോൺ കിട്ടാനുള്ളത്, ഇയാൾക്ക് എസ്സിൽ നിന്നാണ്. എസ് എന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രൂപ്പ് 16-ഉം 14-ഉം നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 16 ഏതാണ്? ഇതാണ്. ഇവിടെ 2p4 ആണ്, ഇവിടെ 2p3 ആണ്. ഇത് ഹാഫ് ഫീൽഡ് സ്റ്റേബിൾ ആണ്, ഇത് സ്റ്റേബിൾ അല്ല. ക്ലിയർ അല്ലേ? മോറോവർ 2p4 ആകുമ്പോഴും 2p3 ആകുമ്പോഴുള്ള വ്യത്യാസം, 2p3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, 2p4 എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടെ ഇവിടെ ഉണ്ട്. ഇത് റിപ്പൾഷനിലാണ് ആ ഇലക്ട്രോൺ ഉള്ളത്. റിപ്പൾഷനിലുള്ള ഈ ഒരു ഇലക്ട്രോൺ തട്ടിയെടുക്കുക എളുപ്പമാണ്. അതുകൊണ്ട് ഓക്സിജൻക്കാണ് നൈട്രജനേക്കാളും അയണൈസേഷൻ എനർജി കുറവ്, നൈട്രജൻക്ക് കൂടുതലാണ്. കാരണം സ്റ്റേബിളാണ്. ഈ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള എളുപ്പമുണ്ട്, ഇവിടെ എളുപ്പമല്ല. അതുകൊണ്ട് നൈട്രജൻക്ക് കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? ഇപ്പം ഞാനൊരു ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഐ മീൻ ഗ്രൂപ്പിൽ ഒരു ഇറഗുലാരിറ്റി ഇല്ല. സോ സെറ്റാണ്. ഗ്രൂപ്പിൽ താഴേക്ക് കൂടി വരുന്നു. ഐ മീൻ എല്ലാവർക്കും അല്ല, 2 ഗ്രൂപ്പ് ഒഴികെ താഴേക്ക് നോർമലി കൂടി വരുന്നു. യെസ്, അവിടെ നിൽക്കട്ടെ. ഗ്രൂപ്പിനെ പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടില്ല. പീരീഡിൽ വരുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ 2 അനോമലി നമ്മൾ കണ്ടു. ബെർലിയത്തിന് ബോറോണിനേക്കാൾ കൂടുതലാണ്, നൈട്രജൻക്ക് ഓക്സിജനേക്കാൾ കൂടുതലാണ്. നിങ്ങൾ ഈ സെക്കൻഡ് പീരീഡ് മാത്രം പഠിച്ചു വെക്കുക. ഇനി ഇതന്നെയാണ് താഴേക്കുള്ള ട്രെൻഡ് നമുക്ക് ചോദിക്കാവുന്ന രീതിയിലുള്ളത്. ഇനി ഞാൻ ഒന്നും കൂടെ പീരീഡ് ലെവലിൽ കൃത്യമായി വീണ്ടും പറയുകയാണ്.
IE1 ഒന്നാമത്തെ ഇലക്ട്രോണെ റിലീസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ചർച്ച. അത് ഓരോ പീരീഡ് ലെവലിലേക്കും ഞാൻ വരികയാണ്. പീരീഡ് 1 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജനും ഹീലിയമേ ഉള്ളൂ. സോ അങ്ങനെ എഴുതിയാൽ മതി. ഹീലിയം നോബൽ ഗ്യാസ് ആണ്, സ്റ്റേബിൾ ആണ്, ഹീലിയത്തിന് കൂടുതലാണ്. ഇനി പീരീഡ് 2 എടുത്തു കഴിഞ്ഞാൽ ഓർഡർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലിത്തിയം ബോറോൺ, ബെർലിയം കാർബൺ, ഓക്സിജൻ നൈട്രജൻ, ഫ്ലൂറിൻ നിയോൺ അല്ലേ. ഇനി പീരീഡ് 3 എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾ പ്രത്യേകിച്ച് കാണാൻ ഒന്നും പഠിക്കണ്ട. ഈ എലമെൻറ്റിൻ്റെ നേരെ താഴെയുള്ള എലമെൻറ്റ് ഓർത്ത് വെക്കുക. ലിഥിയത്തിൻ്റെ താഴെ ആരാ? സോഡിയം. ബോറോണിൻ്റെ താഴെ ആരാ? അലൂമിനിയം. ബെർലിയത്തിൻ്റെ താഴെ ആരാ? മെഗ്നീഷ്യം. കാർബണിൻ്റെ താഴെ ആരാ? സിലിക്കൺ. ഓക്സിജൻ്റെ താഴെ ആരാ? സൾഫർ. നൈട്രജൻക്ക് ഫോസ്ഫറസ്. ഫ്ലൂറിന് ക്ലോറിൻ. ദെൻ നിയോണിന് ആർഗൺ. ഇതാണ് ഓർഡർ. അങ്ങോട്ട് പോകുമ്പോൾ കൂടി വരുന്നു. ഏറ്റവും കൂടുതൽ നിയോൺ, ദെൻ ഫ്ലൂറിൻ, ദെൻ നൈട്രജൻ എന്ന പോലെ ഏറ്റവും കൂടുതൽ ആർഗൺ, ദെൻ ക്ലോറിൻ, ദെൻ ഫോസ്ഫറസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തതിലേക്ക് വന്നാലോ പൊട്ടാസ്യം, അടുത്ത ഗാലിയം, ആ രീതിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ ഇതാണ് ആ പീരീഡിൻ്റെ നമുക്ക് 3rd പീരീഡ് വരെ ചോദിക്കുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഒരൊറ്റ സാധനം പഠിച്ചു വെച്ചാൽ തീർന്നു. ഇനി IE2 പറ്റിയാണ് പറയാൻ പോകുന്നത്. All of you know that IE2 is the energy required to remove the second electron from the unipositive ion. ഒരു ഇലക്ട്രോൺ വിട്ടിട്ട് പോസിറ്റീവ് അയോണായിട്ട് മാറിയതിൽ നിന്നും രണ്ടാമത്തെ ഇലക്ട്രോൺ എടുക്കുന്നതാണല്ലോ IE2. അതിനെപ്പറ്റി പറയാൻ പോവാണ്. അത് പീരീഡ് വൈസിൽ പറയുമ്പോൾ പീരീഡ് 1 അതിനെപ്പറ്റി പറയാനില്ല, കാരണം ഹൈഡ്രജനിക്ക് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട. പീരീഡ് 2 പോകാം. പീരീഡ് 2 ലിഥിയം, ബെർലിയം, ബോറോൺ ഒക്കെ തന്നെയാണല്ലോ ഉള്ളത്. അവരെ IE2 ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇൻട്രസ്റ്റിംഗ്. നോക്കിക്കോളൂ. ഇതാണ് ബെക്ബിൻ ഫോളി. ബെക്ബിൻ ഫോളി എന്ന് ഓർത്താൽ മതി. ഒന്ന് പറഞ്ഞു നോക്ക്. ബെക്ബിൻ ഫോളി റൈറ്റ്. ഇതൊന്ന് കാണാൻ പഠിച്ചേക്കണം ആദ്യത്തെ, പിന്നെ എക്സ്പ്ലനേഷൻ ഒക്കെ, അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ് ആവും. ബെക്ബിൻ ഫോളി പറഞ്ഞോ. ബെക്ബിൻ ഫോളി റൈറ്റ്. ഇനി നോക്കിക്കോ, ഇതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുമല്ലോ? സെയിം കോൺഫിഗറേഷനാണ് കിട്ടുക. സെയിം കോൺഫിഗറേഷൻ നോക്കിക്കോ. ഞാൻ എഴുതാം. ബെർലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 2s2 എന്നാണ്. ഒരു ഇലക്ട്രോൺ പോയത് കൊണ്ട് ഇപ്പോൾ 2s1. കാർബണിൻ്റെ കോൺഫിഗറേഷൻ 2s2 2p2 എന്നായിരുന്നു, ഒന്ന് പോയത് കൊണ്ട് 2p1. ബോറോണിൻ്റെ കോൺഫിഗറേഷൻ 2s2 2p1 ആയിരുന്നു, അതിൽ നിന്ന് ഒന്ന് പോയതുകൊണ്ട് 2s2. നൈട്രജൻ്റെത് 2s2 2p3 ആയിരുന്നു, ഒന്ന് പോയതുകൊണ്ട് 2p2. ഫ്ലൂറിൻ്റെത് 2s2 2p എന്തായിരുന്നു 2s2 2p5 ആയിരുന്നു, ഒന്ന് പോയതുകൊണ്ട് 2p4. ഓക്സിജൻ്റെത് ഹാഫ് ഫിൽഡ് ആണ്, 2s2 2p3. ലിഥിയം ആണെങ്കിലോ, ലിഥിയം എന്താ പറയുക 1s2 2s. ലിഥിയം 3 ഇലക്ട്രോണല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് ഹീലിയമായി 1s2 ആണ്. എന്ത് രസമാണ്. സ്റ്റേബിളസ്റ്റ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ അതേ സാധനം കിട്ടി. കണ്ടാ? ഓക്കെ. ഇതാണ് സെക്കൻഡ് പീരീഡിലെ സെക്കൻഡ് അയണൈസേഷൻ എന്തൽപി. ഇനി ഇതറിഞ്ഞ സ്ഥിതിക്ക് ഒരു മിനിറ്റ്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയാണല്ലോ സിമ്പിൾ അല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ കൂടി പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും ലെഫ്റ്റിലുള്ള ആൾക്കാണ്. ഇവിടെ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഓർഡർ റൈറ്റ്. ഇനി നോക്കിക്കോളൂ, ഇതിൽ പീരീഡ് 3 വന്നാലോ കൺഫ്യൂസ് ആവുമോ? ഇത് നിങ്ങൾ ബെക്ബൻ പോളി ഓർത്ത് വെച്ചു. പീരീഡ് 3 വന്നാൽ ഒന്നുമില്ല, അതിൻ്റെ നേരെ താഴെയുള്ള എലിമെൻറ്റിനെ പിടിച്ച് എഴുതിയാൽ മതി. ബെർലിയത്തിന് നേരെ താഴെ മെഗ്നീഷ്യം, കാർബൺ താഴെ സിലിക്കൺ, ബോറോൺ താഴെ അലൂമിനിയം, നേരെയായ ഫോസ്ഫറസ് താഴെ ക്ലോറിൻ, ഓക്സിജൻ, സൾഫർ, സോഡിയം. ഇതാണ് ഓർഡർ. ഇതാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് 3rd പീരീഡ്. ഓക്കെ. സോ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് 3rd പീരീഡും അഥവാ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി 3rd അയണൈസേഷൻ എൻതാൽപ്പി 4th അങ്ങനെ പറഞ്ഞു പോവേണ്ടതില്ല നമുക്ക്. എന്നാൽ ചില ട്രെൻഡുകൾ വ്യത്യസ്തമായി വന്നത് ഞാൻ പറയുന്നുണ്ട്, നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ സോഡിയത്തിനാണോ ഇവിടെ ഈ കേസിൽ IE1 എടുത്താൽ സോഡിയത്തിനാണോ മാഗ്നീഷ്യത്തിനാണോ കൂടുതൽ? IE1 മാഗ്നീഷ്യത്തിനാണ്. എന്നാൽ IE2 ആർക്കാ കൂടുതൽ? നോക്ക്,
IE2 ആർക്കാ കൂടുതൽ? സോഡിയത്തിനല്ലേ? വൈ? നോക്കിക്കോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. IE1 ഓഫ് സോഡിയം മാഗ്നീഷ്യത്തേക്കാൾ കുറവാണ്, വൈൽ IE2 ഓഫ് സോഡിയം മാഗ്നീഷ്യത്തേക്കാൾ കൂടുതലാണ്. ക്യൂ. വൈ? ക്വസ്റ്റ്യൻ. കോൺഫിഗറേഷൻ നോക്കിയാൽ മതി. സോഡിയം നല്ലപോലെ ആണെങ്കിൽ 1s2 2s2 2p6 3s1. മാഗ്നീഷ്യം ആണെങ്കിലോ 3s2. സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അത് Na+ ആയി മാറും. ദ കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p6. ദാറ്റ് മീൻസ് ഇത് നിയോൺ ആയി സ്റ്റേബിളിസ്റ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. എന്നാൽ മാഗ്നീഷ്യം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ 2p6 3s1 എന്ന സോഡിയത്തിൽ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ one more electron has to remove to attain noble gas configuration. So magnesium is ready to release this electron. ആ ഇലക്ട്രോണും കൂടെ വിട്ടുകൊടുക്കാൻ മാഗ്നീഷ്യം റെഡിയാണ്. എന്നാൽ സോഡിയത്തിന് ഇനി വിട്ടുകൊടുക്കാൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഇല്ലല്ലോ. അതുകൊണ്ട് രണ്ടാമതൊരു ഇലക്ട്രോൺ വാങ്ങാൻ സോഡിയത്തിന് അടുത്ത് ചെല്ലണ്ട. ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾറെഡി റീച്ച്ഡ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. എന്നാൽ മാഗ്നീഷ്യം അങ്ങനല്ല, ഒന്നും കൂടെ വിട്ടുകൊടുക്കാൻ തയ്യാറാവും. അതുകൊണ്ട് രണ്ടാമത്തെ ഇലക്ട്രോണ് കിട്ടാൻ എളുപ്പം സോഡിയത്തിനല്ല, മാഗ്നീഷ്യത്തിനായിരിക്കും. ദാറ്റ് ഈസ് വൈ IE2 ഓഫ് മാഗ്നീഷ്യം ഈസ് ലെസ്സർ ദാൻ സോഡിയം. ഓക്കെ, ഇതേപോലെ IE3യുടെ കണക്ക് എനിക്ക് അലൂമിനിയത്തിന് പറയാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കോ, അലൂമിനിയത്തിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടപ്പോൾ അലൂമിനിയത്തിനാണോ മാഗ്നീഷ്യത്തിനാണോ കൂടുതൽ? IE2 അലൂമിനിയത്തിനല്ലേ കൂടുതൽ? ഇനി നോക്കിക്കോട്ടെ, IE2 മാഗ്നീഷ്യത്തിനേക്കാൾ കൂടുതലാണ് അലൂമിനിയത്തിന്. എന്നാൽ IE3 മാഗ്നീഷ്യത്തിനാണ് അലൂമിനിയത്തിനേക്കാൾ കൂടുതൽ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനത്തെ വല്ല ഇറഗുലാരിറ്റിയും നിങ്ങൾക്ക് പരിചയമില്ലാത്ത വന്നു കഴിഞ്ഞാൽ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് ജസ്റ്റ് റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഉത്തരം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. സി, മാഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ 2s2 2p6 3s2 ആണ്. അലൂമിനിയത്തിൻ്റെ കോൺഫിഗറേഷൻ 2p6 3s2 3p1 ആണ്, നോർമൽ കോൺഫിഗറേഷൻ. ഇനി മാഗ്നീഷ്യം പ്ലസ് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എഴുതിയ പോലെ തന്നെ എഴുതാം. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാം അല്ലേ? ഒരു കാര്യം ചെയ്യുക, അതേപോലെ എഴുതാം. ഇതിലിപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p6 3s2. അലൂമിനിയത്തിൻ്റെ എന്താണ്? 3s2 3p1. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് 2p6 3s1 ആകും, ഇത് 2p6 3s2 ആകും. ഒന്നും കൂടി നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞാൽ ഇവിടെ 2p6 ആയി, ഇവിടെ 2p6 3s1 ആയിട്ടുള്ളൂ. മാഗ്നീഷ്യം IE1 കഴിഞ്ഞ് IE2 കഴിഞ്ഞാൽ നോബിൾ ഗ്യാസിലെത്തി. അലൂമിനിയം IE1 കഴിഞ്ഞ് IE2 കഴിഞ്ഞാൽ നോബിൾ ഗ്യാസിൽ എത്തിയിട്ടില്ല. സോ ഒരു ഇലക്ട്രോണും കൂടെ ഇവിടുന്ന് കിട്ടും, പക്ഷേ ഇവിടുന്ന് കിട്ടില്ല. സോ മൂന്നാമത്തെ ഇലക്ട്രോൺ കിട്ടാൻ മാഗ്നീഷ്യത്തിന് ഹ്യൂജ് എനർജി വേണ്ടി വരും. ദാറ്റ് മീൻസ് IE3 ഈസ് വെരി ഹൈ. അലൂമിനിയത്തെ സംബന്ധിച്ച് മൂന്നാമത്തും കൂടെ വിടാം, നോ പ്രോബ്ലം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ദിസ് ഇസ് ദ ട്രെൻഡ്. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത രണ്ട് എലമെൻറ്റുകളാണ് തരുന്നതെങ്കിൽ ജസ്റ്റ് ട്രൈ ടു റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആൻസർ വിൽ ബി ദർ. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് പോയിന്റുകൾ ഇവിടെ പറഞ്ഞതിലേക്ക് വരാം. നോബിൾ ഗ്യാസസ് പോസസ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി. എന്താ കാരണം? സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയതുകൊണ്ട്. ബെർലിയം ഹാസ് ഹൈ IE ദാൻ ബോറോൺ. വൈ? പറഞ്ഞുവല്ലോ, നിങ്ങൾ അയച്ചെന്ന നോട്ടിനകത്ത് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നൈട്രജൻക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ? വി ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. നെക്സ്റ്റ്, ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഓഫ് സോഡിയം ലെസ് ദാൻ മാഗ്നീഷ്യം ബട്ട് സെക്കൻഡ് ഗ്രേറ്റർ ദാൻ മാഗ്നീഷ്യം. വൈ? എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ട്രെൻഡും നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലെത്തി. വളരെ എളുപ്പമാണ് കൺക്ലൂഷനിലെത്തി. ഫസ്റ്റ് ഒരു പോയിന്റ് പറയാനുള്ളത്, ഇനി കൺക്ലൂഷനിലുള്ള സം മോർ നോട്ട്സ്. ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ഉള്ള എലമെന്റ് ഹീലിയമാണ്. ദ എലമെന്റ് വിത്ത് ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ഈസ് ഹീലിയം. ദെൻ ഹയസ്റ്റ് അയോണൈസേഷൻ, ഇനി കുറച്ച് പോയിന്റുകൾ ഞാൻ പ്രത്യേകം ചെയ്ത് നോക്കിക്കോളൂ. ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ഹീലിയം. ലോവസ്റ്റ് അയോണൈസേഷൻ എനർജി ഫ്രാൻസിയം ആൻഡ് സീഷ്യം. അതിൽ ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് സാധാരണ ചർച്ചയിൽ പെടുത്താറില്ല, അതുകൊണ്ട് സീഷ്യം. ഇനി പീരിയോഡിക് ടേബിളിൽ ഏറ്റവും അയണൈസേഷൻ എനർജി കൂടിയ ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെനിഫറിനാണ്.
ഹെനിഫറിൻ. ഹീലിയം, നിയോൺ, ഫ്ലൂറിൻ, ആർഗൺ, നൈട്രജൻ. ഹെനിഫറിൻ ഒന്ന് പറഞ്ഞു നോക്കും മക്കളെ. ഹെനിഫറിൻ. ഹീലിയം, നിയോൺ, ഫ്ലൂറിൻ, ആർഗൺ, നൈട്രജൻ. ഹീലിയം, നിയോൺ, ഫ്ലൂറിൻ, ആർഗൺ, നൈട്രജൻ. ഹെനിഫറിൻ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പറയാനുള്ളത് എലമെൻ്റ് വിത്ത് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി പറഞ്ഞു, ലോവസ്റ്റ് പറഞ്ഞു, പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ള ആദ്യത്തെ 5 ആൾക്കാരെ പറ്റി പറഞ്ഞു. ഇനി IE1 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ട്, നോക്കിക്കോ. ഇതാ IE1 സെക്കൻഡ് പീരീഡ് ലിഥിയം, ബോറോൺ, ബെർലിയം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, നിയോൺ അല്ലേ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. തേർഡ് പീരീഡിലേക്ക് വരുമ്പോൾ നേരെ അതിൻ്റെ താഴെയുള്ള എലമെൻറ്റുകൾ എഴുതി കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി IE2 എടുക്കുകയാണെങ്കിൽ IE2 ബെർലിയം, കാർബൺ, ബെക്ബെൻഫോളിയാണ്. അവിടെ വരുന്ന കുറച്ച് ഇറഗുലാരിറ്റിയാണ്. സോഡിയത്തിന് മഗ്നീഷ്യത്തിനേക്കാൾ കൂടുതലാണ്, ഓക്സിജനുക്ക് നൈട്രജനേക്കാൾ കൂടുതലാണ്, കണ്ട. അതേപോലെ ലിഥിയത്തിന് ബെർലിയത്തേക്കാൾ കൂടുതലാണ്, സൾഫറിന് ഫോസ്ഫറസിനേക്കാൾ കൂടുതലാണ്. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇവിടുത്തെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഐ ക്യാൻ സേ ഗ്രൂപ്പ് 2-ന് 3യേക്കാൾ കൂടുതലാണ് IE1. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഗ്രൂപ്പ് 15-ന് 16-നേക്കാളും കൂടുതലാണ്. ഇനി സെക്കൻഡ് അയണൈസേഷൻ എനർജി പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 1-ന് 2-നേക്കാൾ കൂടുതലാണ്. സെക്കൻഡ് അയണൈസേഷൻ എനർജി കേട്ടോ, IE2. അതേപോലെ ഗ്രൂപ്പ് 16-ന് 15-നേക്കാൾ കൂടുതലാണ്. E1-ൽ നിന്ന് വ്യത്യസ്തമായി. മനസ്സിലാവുന്നുണ്ടല്ലോ? ദാറ്റ്സ് ഓൾ. അപ്പോൾ അതാണ് IE2-ൻ്റെ ട്രെൻഡുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒന്നും കൂടി ഗ്രൂപ്പ് തലത്തിൽ വേർതിരിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഗ്രൂപ്പ് വൈസിലുള്ള ടോപ്പിക്കും കൂടെ പറഞ്ഞാൽ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന ഈ ചാപ്റ്ററിലെ കൺഫ്യൂസിങ് ടോപ്പിക്ക് തീരും. പിന്നെ അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്താണ് ഗ്രൂപ്പ് വൈസിലെ ട്രെൻഡ്? ഗ്രൂപ്പ് വൈസിലെ ട്രെൻഡ് നല്ല രസമാണ്, നല്ല ശ്രദ്ധിച്ചോ. ഗ്രൂപ്പ് വൈസ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 എടുത്താൽ ഗ്രൂപ്പ് 1 ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എടുത്താൽ ഏറ്റവും കൂടുതൽ ലിഥിയത്തിന് തന്നെ. ഇത് ജനറൽ ട്രെൻഡ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഗ്രൂപ്പ് 2 എടുത്തു കഴിഞ്ഞാൽ ആരാ? ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റേഡിയം. ഇതും സാധാരണ ട്രെൻഡ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഗ്രൂപ്പ് 3 അഥവാ ഗ്രൂപ്പ് 13 എടുത്താൽ, ഞാൻ അതിൻ്റെ അടിയിലുള്ള ഡി ബ്ലോക്ക് എലമെൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തു. ഗ്രൂപ്പ് 3 എടുത്തു കഴിഞ്ഞാൽ അവിടെ ആരാണുള്ളത്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയമാണ്. പക്ഷേ ഇവിടെ പരമാവധി അങ്ങോട്ട് ഡിസോർഡർ ആക്കിയിട്ട് പഠിക്കാൻ പറ്റാത്ത കോലത്തിലാക്കി വെച്ച പോലെയാണുള്ളത്. നോക്കിക്കോളൂ. ബോറോൺ, ഇങ്ങോട്ട് നോക്ക്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്നാണ് ഗ്രൂപ്പിൻ്റെ ഓർഡർ. പക്ഷേ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ വന്നത് നോക്ക്, പരമാവധി ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നമുക്കിത് ഓർക്കാൻ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബാറിൽ തല്ലിയ ഗ്യാങ്ങിനെ ആളുകൾ ഇടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. ബാറിൽ തല്ല് കൂടിയ ഗ്യാങ്ങിനെ ആളുകൾ ഇടിച്ചു. ആ ഒരു കോഡ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മാറാനില്ല. ബാറിൽ തല്ലിയ ഗ്യാങ്ങിനെ ആളുകൾ ഇടിച്ചു. സോ ബോറോൺ, താലിയം, ഗാലിയം, അലൂമിനിയം, ഇൻഡിയം എന്നാണ് വരിക. ഈ ഓർഡറിന് എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നിങ്ങൾ പി ബ്ലോക്ക് എലമെൻറ്റിൽ പഠിച്ചോളൂ. യെസ്, ഇതേപോലെ നമ്മൾ ഗ്രൂപ്പ് 14-ലേക്ക് വന്നു കഴിഞ്ഞാൽ 14-ൽ ഏതൊക്കെ എലമെൻറ്റ്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് എന്നല്ലേ. ആ ലാസ്റ്റ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ടിന്ന് ലെഡ് മാറിയിട്ട് ലെഡ് ടിന്ന് എന്നുള്ള രീതിയിലാണ്. ഇതിനൊക്കെ കാരണം നിങ്ങൾക്ക് അറിയാലോ, ഡി ബ്ലോക്കിൻ്റെ പാർട്ടിസിപ്പേഷനും ലാന്തനൈഡിൻ്റെ പാർട്ടിസിപ്പേഷനും ഒക്കെയാണ്. അതൊക്കെ വ്യക്തമായി പി ബ്ലോക്ക് എലമെൻ്റ് എന്ന പാഠത്തിൽ പഠിക്കും. സോ ദിസ് ഈസ് ദ ഇലക്ട്രോണിക് അയണൈസേഷൻ എൻതാൽപ്പി ഓർഡർ. ഇനി 15, 16, 17 ഗ്രൂപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇറഗുലാരിറ്റി ഇല്ല, യൂഷ്വൽ ട്രെൻഡ് മാത്രമേ ഉള്ളൂ. സോ നോ നീഡ് ടു എക്സ്പ്ലെയിൻ. സി ഹിയർ ആർ ദ കംപ്ലീറ്റ്. ഗ്രൂപ്പ് 13-ൽ ബോറോൺ, താലിയം, ഗാലിയം, അലൂമിനിയം, ഇൻഡിയം. എന്തായിരുന്നു കോഡ്? ബാറിൽ തല്ലിയ ഗ്യാങ്ങിന് ആളുകൾ ഇടിച്ചു അല്ലേ. ഇവിടെ നിങ്ങളത് പ്രത്യേകം ഓർത്തു വെക്കുക, ലെഡ് കഴിഞ്ഞിട്ടാണ് ടിന്ന് വരുന്നത്. ദെൻ 15 ആണെങ്കിലും 16 ആണെങ്കിലും 17 ആണെങ്കിലും 18 ആണെങ്കിലും നോർമൽ ട്രെൻഡ് തന്നെയാണ്. നത്തിങ് ടു സേ. ഹിയർ ആർ സം പ്രോബ്ലംസ്. ഇനി ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തിയറി പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് ചോദ്യങ്ങളിലേക്ക് വരാം. ഇനി നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട് കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാം. സിമ്പിളാണ്. ഓക്കെ. Calculate the energy required to convert all atoms of magnesium to magnesium 2+ ion present in 48 milligram of magnesium vapors
IE1 and IE2 are given. എന്താ ചോദ്യം? 48 മില്ലിഗ്രാം മഗ്നീഷ്യത്തിനെ മഗ്നീഷ്യം 2+ ആക്കി മാറ്റാൻ എത്ര എനർജി വേണ്ടി വരും എന്നാണ് ചോദ്യം. സോൾവ് ചെയ്യട്ടെ. സി നോക്കിക്കോ. മഗ്നീഷ്യം പ്ലസ് ആയി മഗ്നീഷ്യം പ്ലസ് മഗ്നീഷ്യം 2+ ആവണം. ഓക്കെ, ഇതാണ് സംഭവിക്കേണ്ട സംഭവം. ഇനി നോക്കിക്കോ, ഞാൻ ജസ്റ്റ് കളർ മാറ്റിക്കോട്ടെ. ഇതാ ഈ പ്രോസസ്സ് ഒരു മോളിന് വേണ്ടുന്ന കണക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മോൾ മഗ്നീഷ്യം 2+ ആവാൻ എത്രയാണ്? അല്ല, മഗ്നീഷ്യം പ്ലസ് ആവാൻ 740 കിലോ ജൂളും 2+ ആവാൻ 1450 കിലോ ജൂളും വേണം. ചുരുക്കി പറഞ്ഞാൽ മഗ്നീഷ്യം 2+ ആവാൻ ഒരു മോളിന് വേണ്ട കണക്ക് എത്രയാ? 1450 പ്ലസ് 740, ദാറ്റ് ഈസ് 7×4=11 അല്ലേ? അത്രയല്ലേ ഉള്ളൂ? 2 2190, ദാറ്റ് ഈസ് 2190 കിലോ ജൂൾ വേണം ഒരു മോളിന്. ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 എത്രയാണ്? ഇതെന്താണ്? മഗ്നീഷ്യം 24 ഗ്രാം ആണല്ലോ, 24. സോ നമുക്ക് തന്നിട്ടുള്ളത് 48 മില്ലിഗ്രാം ആണ്. ഇത് എത്ര മോളാണ് നോക്കിയാൽ നമുക്ക് കാര്യം പറഞ്ഞൂടെ? 48 മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 × 10⁻³ ഗ്രാം ആണ്. അതിനെ മോളിലേക്ക് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യാണ്? 24 ഡിവൈഡ് ചെയ്യാണ്. കാരണം മഗ്നീഷ്യത്തിൻ്റെ മാസ് 24 ആണ്. സോ 2 × 10⁻³ മോൾ എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കോ, ഒരു മോളിന് വേണ്ട മാസ് എന്ന് പറയുന്നത്, അല്ല എനർജി എന്ന് പറയുന്നത് 2190 കിലോ ജൂളാണ്. എങ്കിൽ 2 × 10⁻³ ഇനി വേണ്ട എത്രയായിരിക്കും? 2190 × 2 × 10⁻³ ആ 10⁻³ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇങ്ങോട്ട് മാറും അല്ലേ? അപ്പോൾ അതിനെ 2.19 × 2 എന്ന് എഴുതാം. എത്രയാണത്? 2.19 ഇരട്ടി എത്രയാണ്? 4. ഇതിപ്പോൾ ഈ 2 ആക്കി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? 4.4 അറൗണ്ട് ഉത്തരം വരും. റൈറ്റ്, ഇതാണ് ഉത്തരം. ദാറ്റ് ഈസ് 4.380 കിലോ ജൂൾ എന്ന് വരും. കാര്യം മനസ്സിലായോ? എന്താ ഉണ്ടായത്? ഒരു മോള് mg+ ആക്കാൻ 740, അതിനെ 2+ ആക്കാൻ 1450. അപ്പോൾ ഒരു മോൾ mg2+ ആക്കാൻ ഇത് രണ്ടും കൂടി കൂട്ടി എത്ര ഉണ്ടാവും? ഇത് ഒരു മോളിൻ്റെത്. ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഗ്രാമിൻ്റെ കണക്കാണ് തന്നത്. ഇനി 48 ഗ്രാം ആണെങ്കിലോ 2 × ഉത്തരം വരും. മില്ലിഗ്രാം ആണെങ്കിൽ നമുക്ക് ആ തന്നിട്ടുള്ളതിന് മോളിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ ചെയ്തത് 48 മില്ലിഗ്രാം എത്ര മോളാണ് എന്ന് കണ്ടുപിടിച്ചു. അത് 2 × 10⁻³ മോളാണ്. ഒരു മോളിന് എത്രയാണെങ്കിൽ അത്ര മോളിന് അതേ അത്ര വരും. കാൽക്കുലേറ്റ് ചെയ്താൽ അത് കിട്ടും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ബാക്കിലേക്കിട്ട് വീണ്ടും കാണുമല്ലോ മനസ്സിലാത്തവർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് ലോവസ്റ്റ് അയോണൈസേഷൻ എനർജി? ലോവസ്റ്റ് അയോണൈസേഷൻ എനർജി ഇതേപോലെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിട്ട് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്. നോക്കിക്കോ, ഇത് അവസാനിക്കുന്നത് 2p6-ലാണ്, ഇത് നിയോൺ ആണ്. ഇത് അവസാനിക്കുന്നത് 3s1-ലാണ്, ഇത് സോഡിയാണ്. ഒന്നും പറയാനില്ല. ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ആർക്കാ? ലോവസ്റ്റ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ലോവസ്റ്റ് ആർക്കാ? സോഡിയത്തിനാണ്. ഹയസ്റ്റ് നിയോണിന്, ലോവസ്റ്റ് സോഡിയത്തിന്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് mg2+, calculate the percentage of Mg+ and Mg2+ if 2.4 gram of magnesium absorb 120 kilojoule energy. The IE1 and IE2 of Mg are 740 and 1450 kilojoule per mole respectively. അപ്പോൾ ഞാനൊരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. IE1 എന്ന് പറയുന്നത് 740, IE2 എന്ന് പറയുന്നത് എത്ര? 1450 അല്ലേ? 1450 കിലോ ജൂൾ. ഇനി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ മഗ്നീഷ്യം ഉണ്ട്, അത് 120 കിലോ, 2.4 ഗ്രാം മഗ്നീഷ്യം 120 കിലോ ജൂൾ അബ്സോർബ് ചെയ്തു. ഓക്കെ. നമ്മുടെ കയ്യിലുള്ളത് 2.4 ഗ്രാം മഗ്നീഷ്യമാണ്. അത് അബ്സോർബ് ചെയ്തത് എത്രയാണ്? 120 കിലോ ജൂൾ എനർജി അബ്സോർബ് ചെയ്തു. അബ്സോർബ്ഡ് 120 കിലോ ജൂൾ എനർജി.
ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്, കുറച്ച് രസമുള്ള ചോദ്യമാണ്, കുറച്ച് ചിന്തിക്കാനുള്ള രസമുള്ള ചോദ്യമാണ്. സി, നമുക്കറിയാലോ 24 ഗ്രാം അഥവാ 1 മോൾ മഗ്നീഷ്യത്തിന് മഗ്നീഷ്യം പ്ലസ് ആകാൻ വേണ്ട എനർജിയാണ് 740 കിലോ ജൂൾ. റൈറ്റ്? സ്വാഭാവികമായിട്ടും 2.4 ആകുമ്പോൾ ഈ പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതിയാവുമല്ലോ. 2.4 എന്ന് പറഞ്ഞാൽ 0.1 മോളാണ്. 1 മോളിന് 740 ആണെങ്കിൽ 0.1 മോളിന് 74 മതിയാവും അല്ലേ? ഞാൻ ഇവിടെ ഒരു സാധനം മാറ്റി കുത്തിട്ടു, അപ്പോൾ ഇവിടെ സാധനം മാറ്റി കുത്തിട്ടാൽ മതി. ദെർഫോർ 2.4 മില്ലിഗ്രാം, സോറി മില്ലിഗ്രാം അല്ല, 2.4 ഗ്രാം മഗ്നീഷ്യം പ്ലസ് ആവാൻ വേണ്ട എനർജി എന്ന് പറയുന്നത് 74 കിലോ ജൂളാണ്. 74 കിലോ ജൂൾ. നോക്കണേ, കണക്ക് നമ്മുടെ കയ്യിലുള്ളത് 24 ഗ്രാം മഗ്നീഷ്യം mg പ്ലസ് ആവാൻ 740ഉം ഫർദർ mg2 പ്ലസ് ആവാൻ 1450 കിലോ ജൂളുമാണ് വേണ്ടതെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് 2.4 മില്ലിഗ്രാം അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള മാഗ്നീഷ്യം 2.4 ഉണ്ടായിരുന്നുള്ളൂ. അത് 120 കിലോ ജൂൾ അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് mg2 പ്ലസും എത്ര പെർസെൻറ്റേജ് mg പ്ലസുമായിട്ട് നിലനിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചോദ്യത്തിനൊന്ന് മാറ്റി പറയട്ടെ. നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. ഈ 10 കുട്ടികൾക്ക് വയനാട്ടിലേക്ക് പോകണം. ഇപ്പോൾ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്നിരിക്കട്ടെ. സോ കുട്ടികൾ ആദ്യം മലപ്പുറത്ത് നിന്ന് 2 സ്റ്റെപ്പായിട്ടാണ് പോകുന്നതിരിക്കട്ടെ. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക്, കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക്. ഇവിടെ 10 കുട്ടികൾക്ക് വയനാട്ടിലെത്താൻ വേണ്ടത് ഇവിടുന്ന് ആദ്യം കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടത് 100 രൂപ, അവിടുന്ന് വയനാട്ടിലേക്ക് പോകാൻ 200 രൂപ ആണെന്ന് കരുതിക്കോളൂ, ഫോർ എൻ എക്സാമ്പിൾ. അപ്പോൾ ഒരു കുട്ടിക്ക് ശരിക്കും 300 രൂപ വേണം, 10 കുട്ടിക്ക് 3000 രൂപ വേണ്ടേ? നമ്മുടെ കയ്യിൽ 2000 രൂപയാണുള്ളത്. അപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ 10 കുട്ടികളും മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് എത്തി. എത്ര രൂപ ചിലവായി? 10 കുട്ടികൾക്ക് 100 രൂപ വെച്ച് എത്ര രൂപ ചിലവായി? 1000 രൂപ ചിലവായി. ഇനി എത്ര രൂപയാണുള്ളത്? 1000 രൂപയുള്ളൂ. ഈ 1000 രൂപ വെച്ച് ബാക്കിയുള്ള 10 കുട്ടികൾക്കും കൂടെ വയനാടെത്താൻ പറ്റുമോ? ഇല്ല. ബാക്കിയുള്ള നമ്മൾ 10 കുട്ടികളും കോഴിക്കോട് എത്തി. ഇനി കോഴിക്കോടുള്ള 10 കുട്ടികൾക്കും വയനാട് എത്താൻ എന്ത് വേണം? 1000 രൂപ പോരാ, 2000 രൂപ വേണം. കാരണം ഒരു കുട്ടിക്ക് 200 രൂപയാണല്ലോ. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 1000 രൂപയുള്ളൂ. അത് വെച്ച് എത്ര കുട്ടിയൊക്കെ പോകാൻ പറ്റുക? 5 കുട്ടിയൊക്കെ പോകാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? 5 കുട്ടികൾ 200 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയായി കഴിഞ്ഞു. ബാക്കി 5 കുട്ടികൾ അവിടെ തന്നെ നിൽക്കും. ഇപ്പം എന്തുണ്ടായത്? 10 കുട്ടികളിൽ 5 കുട്ടികൾ കോഴിക്കോട് എത്തി, 5 കുട്ടികൾ വയനാടെത്തി. അതോടെ കാശ് തീർന്നു. അപ്പം 50% mg പ്ലസ് ആയിട്ട് അഥവാ കോഴിക്കോടും 50% വയനാട് അഥവാ mg2 പ്ലസ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അണ്ടർസ്റ്റുഡ്? തിരിച്ചു വരൂ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് കോഴിക്കോട് എത്താൻ 100 രൂപ, വയനാട് എത്താൻ 200 രൂപ, ടോട്ടൽ 300 രൂപ ഒരു കുട്ടിക്ക് നമുക്ക് വേണം. ദാറ്റ് ഈസ് ടോട്ടൽ വേണ്ടത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോ? നേരത്തെ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നല്ലേ? ടോട്ടൽ വേണ്ട എത്രയായിരുന്നു? 740. ഇവിടെ കൂട്ടി മതിയല്ലേ 740-ന്. സോ 0, 5, 4, 9, 7, 4, 11, 2190 കിലോ ജൂൾ വേണം. വയനാട് എത്താൻ വേണ്ടത് 2190 കിലോ ജൂളാണ് ഒരു മോളിന് കേട്ടോ. ഇത് കോഴിക്കോട് വയനാട്. റെഡിയാണല്ലോ? യെസ്. ഇനി ഇത് ഒരു മോളിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത് എങ്കിൽ 0.1 മോളാണ് നമ്മൾ പോകുന്നുള്ളൂ. 2.4 ഗ്രാം ആണ് മാഗ്നീഷ്യം എങ്കിൽ 2.4 ഗ്രാം മാഗ്നീഷ്യം mg പ്ലസ് ആവാൻ 74 കിലോ ജൂൾ മതി. എത്ര ജൂൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട്? 120 കിലോ ജൂൾ ഉണ്ട്. ഈ 120-ൽ നിന്നും 74 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 14 4 പോയ 6, 11 7 പോയ ബാക്കി 36 അല്ലേ? 46 കിലോ ജൂൾ ബാക്കിയുണ്ട്. ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ എത്ര റുപ്യ ബാക്കിയുണ്ട്? ഇനി 46 റുപ്യ ബാക്കിയുണ്ട്. ഇപ്പോൾ 2.4 ഗ്രാം മാഗ്നീഷ്യം പ്ലസ് ആയി മാറി. അപ്പോൾ ആകെ അബ്സോർബ് ചെയ്ത 120-ൽ 74 ഉപയോഗിച്ചു. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്നറിയോ? 46 കിലോ ജൂളാണ് ഉള്ളത്. ഈ 46 കിലോ ജൂൾ ഉപയോഗിച്ച് ഇവർ mg2 പ്ലസ് ആവുക. പക്ഷേ നമുക്കറിയാം 24 ഗ്രാം ആണെങ്കിൽ 1450 കിലോ ജൂൾ വേണം അങ്ങോട്ടെത്താൻ.
അപ്പോൾ 2.4 ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അഥവാ 0.1 മോൾ ആയതുകൊണ്ട് 145 വേണം. സി ഇവിടെ റിക്വയർഡ് ഞാൻ ജസ്റ്റ് നോക്കോ, ഈ mg പ്ലസ് 2.4 ഗ്രാം mg 2 പ്ലസ് 2.4 ഗ്രാം ആവണമെങ്കിൽ 145 കിലോ ജൂൾ വേണം. അതെങ്ങനെ കിട്ടി? 24 ഗ്രാമിന് 1450 ആണെങ്കിൽ 2.4ന് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് കണക്കെടുത്താൽ മതിയല്ലോ. ഇതൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ ഇപ്പോൾ ഈ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മോൾ കോൺസെപ്റ്റ് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. മോൾ കോൺസെപ്റ്റ് നമ്മൾ കെട്ടിമറിയാനുണ്ട്, ആ ഭാഗത്ത് നമുക്ക് ക്ലിയർ ആയിക്കോളും. 2.4 ഗ്രാം അങ്ങോട്ട് എത്താൻ 145 വേണം. പക്ഷെ നമ്മുടെ അടുത്ത് എത്രയേ ഉള്ളൂ? ബാക്കി 46 ഉള്ളൂ. ഏതുപോലെ 10 കുട്ടികൾക്ക് വയനാട് എത്താൻ 2000 റുപ്യ വേണം, നമ്മുടെ അടുത്ത് 1000 റുപ്യ ഉള്ളൂ. ആ കണക്ക് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്ന നോക്കും. അപ്പോൾ നോക്കിക്കോ, ദാറ്റ് ഈസ് 145 കിലോ ജൂൾ ഉണ്ടായിരുന്നുവെങ്കിൽ 100% മഗ്നീഷ്യം 2+ ആയി മാറിയേനെ. പക്ഷെ നമ്മുടെ അടുത്ത് എത്ര ഉള്ളൂ? 46 കിലോ ജൂൾ അല്ലേ ഉള്ളൂ. ഞാൻ അതിന് X% മാറിയതായിട്ട് കാണിച്ചു. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വളരെ മാത്തമാറ്റിക്സ് എളുപ്പമാണല്ലോ. ഞാൻ ആ പ്രകാരം പറയാൻ പോവാണ്. 145 ഇൻറ്റു X% ഈക്വൽസ് 100 ഇൻറ്റു 46 or X equals 100 into 46 divided by 145. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 31%. കിട്ടി, ഉത്തരം കിട്ടി. എന്ന് പറഞ്ഞാൽ mg 2+ ആയിട്ട് 31% ആണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കി മുഴുവൻ ആരാ? mg+ ആയിരിക്കൂലേ. 100 - 31 എത്ര? 69% ഉണ്ടാവും. നേരത്തെ കണക്ക് പ്രകാരം 5 കുട്ടികൾ വയനാട് എത്തിയില്ലേ, ആകെ 10 ആണ്. സോ 10 - 5 എത്ര? 5 കുട്ടി, അത് കോഴിക്കോട് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണിത്. ഗോട്ട് ഇറ്റ്? ഈ പ്രോബ്ലം ഒന്നും കൂടെ ഞാനൊരു വേറെ ജസ്റ്റ് ഒന്ന് പറയട്ടെ, നിങ്ങൾ ഇതൊന്ന് വീണ്ടും റിവ്യൂ ചെയ്ത് കേൾക്കണേ. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയട്ടെ. നമ്മളെടുത്ത് mg എന്ന ആൾ ആദ്യം mg+ ആയി മാറും. അപ്പോൾ ഉള്ള ആൾ mg മുഴുവൻ ഉള്ള എനർജി മുഴുവൻ ഉപയോഗിച്ചിട്ട് mg+ ആയി മാറും. ഇനി mg+ന് എല്ലാവർക്കും mg 2+ ആവാൻ മാത്രം എനർജി ഇല്ലല്ലോ. അപ്പോൾ ഉള്ള ആളുകൾ എന്ത് ചെയ്യും? ഒരു 100 എത്ര ആണുള്ളത്? 31 ആൾക്ക് ഉള്ള എനർജിയെ ഉള്ളൂ എങ്കിൽ ആ 31 ആൾക്കാർ mg 2+ ആയി മാറും. ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് വന്ന് നോക്കുമ്പോൾ 69% ഇയാളും 31% ഇയാളുമായിട്ട് മാറിയെന്നർത്ഥം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് കേൾക്കുക, എന്നിട്ട് ഡൗട്ട് ചോദിക്കുക കേട്ടോ. നോ പ്രോബ്ലം, വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇനി ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. IE1, IE2, IE3 and IE4 of an element is 577, 1816, 2244 and 11578. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യുക? നമുക്ക് അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ വാല്യൂസ് ആണ്. ഈ അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ടെന്ന് കാണണം. നോക്കിക്കോ, ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് 1 577, 1816, 2244, 11578. മനസ്സിലാക്കാൻ പറ്റി. ഇവിടുത്തെ ഡിഫറൻസ് 1540 റേഞ്ചിലുള്ളൂ. ഇവിടുത്തെ ഡിഫറൻസും ആ റേഞ്ചിലേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ പരമാവധി അയോണൈസ് ചെയ്യാൻ പറ്റുന്ന എനർജി ലിമിറ്റ് ഇതാണെന്ന്. എന്നാൽ ഇവിടെ നോക്ക് 11,000-ലാണ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ഏകദേശം 9,000 റേഞ്ചിലാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ആറ്റത്തിൽ 3 വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളതെന്ന് അർത്ഥം. 3 വാലൻസ് ഇലക്ട്രോൺ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല ഓഫ് ഓക്സൈഡ് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഞാൻ ആ എലമെൻറ്റിനെ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്തു, അതിൻ്റെ വാലൻസി മുകളിൽ എഴുതി. പിന്നുള്ളത് ഓക്സിജൻ ആണ്, അതിൻ്റെ വാലൻസി മുകളിൽ എഴുതി. കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ ക്ലിങ് ആക്കി കൊടുത്താൽ പോരെ, കിട്ടി E2O3. റെഡി? So this is the formula of the oxide of that compound, E2O3. Next, electron gain enthalpy or electron affinity എന്നൊക്കെ നമ്മൾ പറയും. സംഭവം ചെറിയ വ്യത്യാസമുണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓർ ഡെൽറ്റ EGH. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി സംഭവം എന്താണെന്നറിയാമോ? ഒരു ആറ്റത്തിലേക്ക് നമുക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ പറ്റും. സി, ഇതിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഷെല്ലുകളാണ്. ഈ ന്യൂക്ലിയസിന് ഔട്ടർ ഷെല്ലിലേക്ക് ആകർഷണമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അല്ലേ? അപ്പോൾ ഇതുവഴി ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിനെയും കൂടി ആകർഷിക്കാനുള്ള കഴിവ് ഈ ന്യൂക്ലിയസിന് ചെറുതായിട്ടുണ്ടാകും.
ദാറ്റ് മീൻസ് ആൻ ഇലക്ട്രോൺ ക്യാൻ ബി ആഡഡ് ടു എ ന്യൂക്ലിയസ് ഓർ ആൻ ആറ്റം. തൽഫലമായി എനർജി റിലീസ് ചെയ്യാം. ഈ എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എനർജി. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന എനർജി ചേഞ്ച്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ന്യൂക്ലിയസിന് അട്രാക്ഷൻ ഉള്ള ഒരു കേസാണ്. എന്നാൽ നോബിൾ ഗ്യാസുകൾ പോലത്തെ ആറ്റമാണെങ്കിൽ ഓൾറെഡി അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫില്ലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഇലക്ട്രോൺ വരണമെങ്കിൽ അത് പുതിയ ഓർബിറ്റിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അത്തരം മാറ്റങ്ങളിൽ ന്യൂക്ലിയസിന് താല്പര്യം ഉണ്ടാവില്ല ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കയറ്റിയിരുത്താൻ. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രോൺ അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ എനർജിയും കൂടി കൊടുത്താലേ സ്വീകരിക്കുള്ളൂ. യു ഗോട്ട് ഇറ്റ്? ദാറ്റ് മീൻസ് ചില ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കും, എനർജി റിലീസ് ചെയ്യും. ചില ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ സ്വീകരിക്കില്ല, നമ്മൾ കുറച്ചും കൂടി എനർജി കൊടുത്താലേ സ്വീകരിക്കുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ അയണൈസേഷൻ എനർജി പറഞ്ഞപ്പോൾ എപ്പോഴും എനർജി കൊടുക്കണമല്ലോ ഇലക്ട്രോൺ കിട്ടാൻ. എനർജി കൊടുത്താലാണല്ലോ ഇലക്ട്രോൺ കിട്ടുക. പക്ഷേ ഇലക്ട്രോൺ നമ്മൾ ആറ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ എനർജി കിട്ടുന്ന പ്രോസസ്സും കൊടുക്കുന്ന പ്രോസസ്സും സംഭവിക്കാം. ദാറ്റ് ഡിപ്പെൻസ്. ഇങ്ങനെ ഒരു ആറ്റത്തിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എനർജി ഓർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. സി, it is the enthalpy change accompanying when an electron is added to a neutral gaseous atom to form its negative ion. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ വെച്ച് കാണിക്കുകയാണെങ്കിൽ ഒരു ഗ്യാഷ്യസ് ന്യൂട്രൽ അയോണിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് അത് ഗ്യാഷ്യസ് ആനയോൺ ആയിട്ട് മാറാൻ വേണ്ടുന്ന എനർജി, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ അബ്സോർബ് ചെയ്യലാവും, ചിലപ്പോൾ റിലീസ് ചെയ്യലാവും. അതിൻ്റെ പേരാണെന്ത്? ഇലക്ട്രോൺ ഗെയിൻ എനർജി. സോ ഇറ്റ് ഈസ് എനർജി ചേഞ്ച് അക്കമ്പനിങ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എ ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റം. നമ്മൾ ഇലക്ട്രോൺ അയണൈസേഷൻ എനർജി പറഞ്ഞപ്പോൾ അത് എപ്പോഴും എൻഡോതെർമിക് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് വേണമെങ്കിൽ എൻഡോതെർമിക്കുമാകാം, എക്സോതെർമിക്കുമാകാം. ഇനി ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ അഫിനിറ്റി. See, the energy released is the measure of the power of the atom to gain an electron and is called electron affinity. So ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നതും ഇലക്ട്രോൺ അഫിനിറ്റിയും വ്യത്യാസമുണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്ത എനർജിയാണ്. ഓക്കെ, അതടക്കട്ടെ. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ആറ്റം ടു ഗെയിൻ ആൻ ഇലക്ട്രോൺ. ഇതിന് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂവിൽ തന്നെയാണ്. വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? നോബിൾ ഗ്യാസുകൾ പോലത്തെ ആറ്റങ്ങൾക്ക് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അവർക്ക് ഇലക്ട്രോൺ അഫിനിറ്റി 0 എന്നാണ് പറയാം. ഇലക്ട്രോണിന് താല്പര്യമുള്ള ആളുകളുടെ വാല്യൂ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ പോസിറ്റീവാക്കി പറയും. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി സാധാരണ ആറ്റങ്ങൾക്ക് നെഗറ്റീവാണ് ഉണ്ടാവുക. അതിനെ പോസിറ്റീവാക്കി പറഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റി ആയി മാറി. ഒരു കാര്യമുണ്ട്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നോബിൾ ഗ്യാസുകൾക്കൊക്കെ ഓൾറെഡി പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് ഉള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള വാല്യൂവിനെ ഇലക്ട്രോൺ അഫിനിറ്റി ആക്കി പറയുമ്പോൾ 0 ആക്കി പറഞ്ഞാൽ മതി. ക്ലിയർ? സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈക്വൽസ് നെഗറ്റീവ് ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയാം. ആർക്ക്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് വാല്യൂ ഉള്ള ആളുകൾക്ക്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ഉള്ള ആളുകൾക്ക് ഇലക്ട്രോൺ അഫിനിറ്റി ഇല്ല എന്നർത്ഥം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആർക്കാണ്? നോബിൾ ഗ്യാസിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സാമ്പിൾ. അത്തരം മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺ വാങ്ങാൻ ഇഷ്ടമില്ല. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി 0 ആണ്. പിന്നെ ഇലക്ട്രോൺ വാങ്ങണമെങ്കിൽ എനർജിയും കൂടെ കൊടുക്കണം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്, റൈറ്റ്? ഇനി ഞാൻ തിരിച്ച് തലക്കുന്ന ടോപ്പിക്കിലേക്ക് വരട്ടെ. ഒരാറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുമ്പോൾ അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എനർജി. ഇറ്റ് ക്യാൻ ബി exothermic or endothermic depending on nature of the atom. ഇനി it is a non-metallic property because non-metals ആണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക. മറ്റൊന്ന്, higher the energy released, higher is the electron affinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ഏത് ആറ്റത്തിലേക്കാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് എനർജി വിട്ടത്, അതിനർത്ഥം അയാൾക്കാണ് ഇലക്ട്രോണിനോട് ഏറ്റവും ഇഷ്ടമെന്ന്. സോ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള പവർ, താല്പര്യത്തിൻ്റെ മെഷർമെൻ്റ് ആണ്. ഓക്കെ,
യെസ്. സോ ഗ്രേറ്റർ ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഗ്രേറ്റർ ദ ഇലക്ട്രോൺ അഫിനിറ്റി. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആകുന്ന കേസ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇലക്ട്രോണോട് ഇഷ്ടമില്ല എന്നാണ് അർത്ഥം. അവർക്ക് ഇലക്ട്രോൺ അഫിനിറ്റി 0 ആയിട്ടാണ് വരിക. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിംഗ് ദ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ടു എ ന്യൂ സബ്ഷെൽ ആൻഡ് പ്രാക്ടിക്കലി ദ ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് 0. ഇപ്പം നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ച് ഇലക്ട്രോൺ അഫിനിറ്റിയിലേക്ക് വന്ന് നിൽക്കുകയാണ്. നമ്മൾ ജനറലായിട്ട് ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒന്നായിട്ട് പറയുമെങ്കിലും ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് എ പവർ ഓഫ് ദ ആറ്റം ടു അട്രാക്ട് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ അത് റിലീസ് ചെയ്യുന്ന എനർജിയാണ്. നമ്മൾ മെഷർമെൻറ്റ് വാല്യൂ ആയിട്ട് പറയുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി ഈക്വൽസ് നെഗറ്റീവ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയും. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ഓൾറെഡി പോസിറ്റീവ് വാല്യൂ ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നിൽക്കുന്നതെങ്കിൽ അവർക്ക് 0 ആണ് വരിക എന്ന് ഞാൻ പറഞ്ഞു. അത് എപ്പോഴാണെന്നറിയോ? ഒരു ന്യൂ സബ്ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതെങ്കിൽ, ന്യൂ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോണോട് ഇഷ്ടമില്ല എന്നർത്ഥം. അതുകൊണ്ട് അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി 0 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എക്സാമ്പിൾ ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 18. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ ആരപ്പോൾ ഉദാഹരണത്തിന് ബെർലിയം മഗ്നീഷ്യം ഒക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 2s2 ആണ്, ഓൾറെഡി ഫുള്ളി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ns2 ആണ്. ഇനി നമ്മളൊരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ അത് 2p1ലേക്ക് പോകണം, പുതിയ സബ്ഷെല്ലിലേക്ക് പോകണം. അതേ സ്ഥാനത്ത് നോബിൾ ഗ്യാസ് ആണെങ്കിൽ പുതിയ ഷെല്ലിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവർക്ക് ഇലക്ട്രോൺ അഫിനിറ്റി 0 ആണ്. ഇതേപോലെയാണ് നൈട്രജനും. നൈട്രജൻ മാത്രം ഒരു സ്പെഷ്യൽ കേസാണ്. നൈട്രജൻ സ്മോൾ ആറ്റമാണ്. പിന്നെ അവരുടെ നോക്കൂ, ഇതിങ്ങനെ ഹാഫ് ഫീൽഡ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഇതിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടെ വരുമ്പോൾ അവർ തമ്മിലുള്ള റിപ്പൾഷൻ മുഖേന ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്ര നിങ്ങൾ ഓർത്തു വെക്കുക. ഗ്രൂപ്പ് 18 അതേപോലെ ഗ്രൂപ്പ് 2 ആൻഡ് നൈട്രജൻ ഹാവ് positive electron gain enthalpy value and hence electron affinity is 0. പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റി 0 ആണെന്ന് അർത്ഥം. ക്ലിയർ? അതാണ് ഈ പറഞ്ഞ പോയിന്റ്. ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. Elements of second group have to take electron in new np orbital, while in group 18 it has to take into to next ns orbital. Nitrogen atom is quite small in size and has half-filled 2p3 system and does not take electron easily. Therefore, its delta AgH is positive and electron affinity is considered as 0. So, electron gain enthalpy positive ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഗ്രൂപ്പ് 2 എലമെൻറ്റുകൾ, ഗ്രൂപ്പ് 18 എലമെൻറ്റുകൾ, അതേപോലെ നൈട്രജനും. ഓക്കെ, ദെൻ ഇനി when electron is gained by a negative ion, it is taken as positive, അല്ലെങ്കിൽ ആ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഓക്സിജൻ ഉണ്ടെന്നിരിക്കട്ടെ, ഈ ഓക്സിജനിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് O- ആകും. അപ്പോൾ എനർജി റിലീസ് ചെയ്യും. ഇനി ആ O- നമ്മൾ വീണ്ടും എനർജി ആഡ് ചെയ്താൽ അത് O2- ആവില്ലേ? അത് വലിയ താല്പര്യമില്ല. നമ്മൾ അതിന് ഇലക്ട്രോൺ എനർജി വീണ്ടും കൊടുക്കേണ്ടി വരും. സോ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് പോസിറ്റീവ്. അത് ഏത് ആറ്റത്തിലേക്കാണെങ്കിലും. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആയത് നോബിൾ ഗ്യാസിനും ഗ്രൂപ്പ് സെക്കൻഡിനും അതേപോലെ നൈട്രജനുമാണ്. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലാവർക്കും പോസിറ്റീവാണ്. നെക്സ്റ്റ്, ഇപ്പോൾ എന്താണ് പ്രോപ്പർട്ടി എന്ന് പഠിച്ചു. വാട്ട് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുമ്പോൾ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എനർജി. അത് എക്സോതെർമിക് ആവാം, എൻഡോതെർമിക് ആകാം. നോബിൾ ഗ്യാസ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്, നൈട്രജൻ പോലത്തെ ആറ്റങ്ങൾക്ക് അല്ലെങ്കിൽ എലമെൻറ്റുകൾക്ക് അത് എൻഡോതെർമിക് ആണ്. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം എക്സോതെർമിക് ആണ്. ഇനി ഇതിന് വേറെ രീതിയിൽ പറഞ്ഞാൽ ആറ്റത്തിന് ഇലക്ട്രോണോടുള്ള ഇഷ്ടത്തിൻ്റെ മെഷർമെൻ്റ് ആയതുകൊണ്ട് ഇതിനെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയാം. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇലക്ട്രോണോട് അഫിനിറ്റി ഇല്ല. അതുകൊണ്ട് അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി 0 ആയിട്ട് പറയും. അതേ സ്ഥാനത്ത് മറ്റുള്ള ആറ്റങ്ങൾക്കൊക്കെ ഇലക്ട്രോണോട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂ നല്ലോണം ഉണ്ട്. ആ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ സൈന് മാറ്റിയിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ. റൈറ്റ്. ഇനി നമുക്ക് ട്രെൻഡ് നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അക്രോസ് എ പീരീഡ് എന്താണ് ട്രെൻഡ് നോക്കാം നമുക്ക്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഉള്ള ഇത് എനർജി ഞാൻ എഴുതിയിട്ടുണ്ട്. കിലോ ജൂൾ പെർ മോളിലാണ് എഴുതിയിട്ടുള്ളത്. കിലോ ജൂൾ പെർ മോൾ. സി ലിഥിയം 59.8. ഓക്കെ, ദെൻ വരുന്നതാരാ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ലിഥിയം 59.8 നെഗറ്റീവാണ്. ദെൻ ബെറിലിയം പോസിറ്റീവ് 60. ദെൻ ബോറോൺ 27.
ദെൻ കാർബൺ കൂടി 122, ദെൻ നൈട്രജൻ പോസിറ്റീവ് വന്നു, ദെൻ 141 കൂടി, ദെൻ 328 കൂടി, നിയോൺ 90 അഥവാ എന്താ പോസിറ്റീവാണ്. സോ നമുക്ക് ഈ ആൾക്കാരെ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ബാക്കി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് പോകുന്നൊരു കേസ് എടുത്ത് നോക്കൂ. ലിഥിയത്തിന് കുറച്ച് കൂടുതലുണ്ട്, കാരണം അത് 1s, ലിഥിയത്തിന് കോൺഫിഗറേഷൻ 1s2 2s1 എന്നല്ലേ. ഒരു ഇലക്ട്രോൺ വന്നാൽ 2s2 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ എത്താൻ പറ്റും. അതുകൊണ്ട് ഇഷ്ടമാണ് ഇലക്ട്രോണിന് വാങ്ങാൻ. അത് നമ്മൾ പരിഗണിക്കാതെ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ എനർജി വിട്ടു, അതിനേക്കാളും കൂടുതൽ എനർജി വിട്ടു, അതിനേക്കാളും കൂടുതൽ വിട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന് ഇലക്ട്രോണിനോടുള്ള ഇഷ്ടം കൂടുകയാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ അഫിനിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ്. ഇനി ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഡിക്രീസ് എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഇൻക്രീസസ് എന്ന് പറയുന്നതാവും ശരി, അല്ലേ? സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം മോർ നെഗറ്റീവ് ഓർ ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ്. നോക്കിക്കോ, becomes more negative with increase in atomic number due to an increase in the effective nuclear charge. എന്തുകൊണ്ടാണെന്നാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാലോ, താഴേക്ക് വന്നാൽ പിന്നെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. The electron gain enthalpy become less negative down a group due to increase in size of atom. Okay, right. ഇനി കുറച്ച് എക്സെപ്ഷണൽ ട്രെൻഡുകളെ പരിചയപ്പെടുത്താനുണ്ട്. നമുക്ക് അടുത്ത പേജിലേക്കോട്ടെ, നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ജസ്റ്റ് പറഞ്ഞു, ലിഥിയത്തിൻ്റെ വാല്യൂ കുറച്ച് മോർ നെഗറ്റീവാണ് മറ്റുള്ളവരെക്കാളും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പിന്നെ പറഞ്ഞത് നൈട്രജൻക്കും ബെർലിയം ഫാമിലിക്കും അതേപോലെ നിയോൺ ഫാമിലിക്കും ഒക്കെ പോസിറ്റീവാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്നറിയാമോ, പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുന്നു, അല്ലെങ്കിൽ ഡെൽറ്റ EGH വാല്യൂ മോർ നെഗറ്റീവ് ആകുന്നു എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ, ദാറ്റ് ഈസ് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ജനറലി ഇലക്ട്രോൺ അഫിനിറ്റി കുറയുന്നു. ഇലക്ട്രോൺ അഫിനിറ്റി കുറയുന്നു, ദാറ്റ് മീൻസ് വാല്യൂ ബിക്കം ലെസ് നെഗറ്റീവ് എന്ന് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് എക്സെപ്ഷണൽ ട്രെൻഡുകളാണ്. അതിലേക്ക് വരാം. എക്സെപ്ഷൻസ് ഇതാണല്ലോ പരീക്ഷയ്ക്ക് നമ്മളെ കുറിച്ച് കിട്ടുന്ന ആൾ. എക്സെപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് നമ്മളിപ്പോൾ നോബിൾ ഗ്യാസ് പോട്ടെ, ഇത് നമുക്ക് ആദ്യം ഹാലോജൻ ഫാമിലി എടുക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇതിൽ താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കുറയുന്നു. അപ്പോൾ ഏറ്റവും കുറവ് ബ്രോമിൻ, പിന്നെ അയോഡിൻ, പിന്നെ ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ എന്ന ഓർഡറാണ് വേണ്ടത്. പക്ഷേ ഈ ഓർഡർ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന രീതിയിലല്ല ഉള്ളത്. മറിച്ച് ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിൻ ഇതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ, അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡർ. ഈ ഇറഗുലർ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഞാൻ റീസൺ പറയാം. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പ് 17ൻ്റെ കേസ് കിട്ടി. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്രൂപ്പ് 16 എടുക്കുകയാണെന്നിരിക്കട്ടെ, ദാറ്റ് ഈസ് ഓക്സിജൻ ഫാമിലി എടുത്താൽ സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ഓക്സിജൻ, വളരെ ബാക്കിലേക്ക് തള്ളപ്പെട്ടു ഓക്സിജൻ. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ മോർ നെഗറ്റീവ് ആയിട്ടുള്ളത് സൾഫറിനാണ്. അങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇനി നമ്മൾ നൈട്രജൻ ഫാമിലി എടുത്താൽ ഫോസ്ഫറസ്, പിന്നെ ആരാ, ആർസനിക്, ആൻറ്റിമോണി, ബിസ്മത്ത് കഴിഞ്ഞിട്ടാണ് നൈട്രജൻ. അപ്പോൾ നോക്ക്, നൈട്രജൻ്റെ പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം പോസിറ്റീവാണ്, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ പിന്നെ ഏറ്റവും ബാക്കിൽ തന്നെ വന്നു. ഫൈൻ. ഇനിയിപ്പോൾ അതെ, ഇതാണ് ട്രെൻഡ്. ഈ ട്രെൻഡിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് ഏറ്റവും ഫസ്റ്റ് വരേണ്ടിയിരുന്ന ഫ്ലൂറിൻ ഇവിടെ 2ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കേണ്ടിയിരുന്ന ക്ലോറിൻ ഇവിടെ, സൾഫർ ഇവിടെ, ഫോസ്ഫറസ് ഇവിടെ 1ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഈ ഓർഡർ നിങ്ങൾ കാണാൻ പഠിക്കണം. എക്സ്പ്ലനേഷൻ ഞാൻ താഴെ പറയുന്നത് ശ്രദ്ധിക്കുക. നോക്കണേ, 2ാമത്തെ പൊസിഷനിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് വരക്കാൻ നോക്കിക്കോ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി ആണല്ലോ. ഇതിലൊക്കെ
ഇവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെയൊക്കെ മേലെ നിൽക്കുന്നത്. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടെന്നാൽ നോക്കണേ, ഞാനിപ്പോൾ ഒരു ഫ്ലൂറിനും അതേപോലെ ക്ലോറിനും ആറ്റങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഫ്ലൂറിൻ്റെ ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ് ഷെല്ല്, ഇത് ക്ലോറിൻ്റെ ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ് ഷെല്ല്, ഇത് തേർഡ് ഷെല്ല്. ഇപ്പോൾ നോക്കണേ, ഇവിടുത്തെ 2 ഇലക്ട്രോണുകൾ ഞാൻ കാണിച്ചു, ഇവിടെ അതേപോലെ 2 ഇലക്ട്രോൺ കാണിച്ചു. ഇവിടെ അടുത്ത ഷെല്ലിൽ അടുത്ത ഷെല്ലിൽ 1 2 3 4 5 6 7 7 ഇലക്ട്രോൺ ഉണ്ട്. ഇത് അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, ഫുള്ളാണ്. മൂന്നാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ ആ മൂന്നാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 വരെയുള്ളൂ. 1 2 3 4 5 6 7 ആയി. ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോണത്? ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ഇങ്ങനെ വരികയാണ്, ഇതാ ഇങ്ങനെ നിൽക്കുകയാണ്, വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലൂറിൻ എന്ന ഈ ആറ്റത്തിലേക്കാണോ ക്ലോറിൻ എന്ന ഈ ആറ്റത്തിലേക്കാണോ പോവാൻ എളുപ്പം എന്നുള്ളത് നോക്കിയപ്പോൾ ക്ലോറിൻ കാണാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈ ബിക്കോസ് ഓഫ് ശരിക്കും ന്യൂക്ലിയർ പവറൊക്കെ കൂടുതൽ ഫ്ലൂറിനാണ്. അത് കണ്ട് ക്ലോറിൻ ഇങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ചെന്നപ്പോഴെന്താണെന്നറിയാമോ? അവിടെ ചെറിയൊരു ഷെല്ലിനകത്ത് ഓൾറെഡി 7 ഇലക്ട്രോൺ റിച്ച് ചെയ്ത് നിൽക്കുകയാണ്. അവർ ഈ ഫ്ലൂറിൻ മീൻസ് ഇനി എക്സസ് ആയിട്ട് വരുന്ന 8ാമത്തെ ഇലക്ട്രോണെ കാണുമ്പോൾ തുറച്ചു നോക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ഭാവത്തോടെ അതിനെ തള്ളി ഒഴിവാക്കുകയാണ്. ഓക്കെ, അതേ സ്ഥാനത്ത് ക്ലോറിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ വിശാലമായ സൗകര്യം, ഒരുപാട് സ്ഥലമുണ്ട്, ആ ഇലക്ട്രോൺ സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റി. സന്തോഷം. അപ്പോൾ ഫ്ലൂറിനിൽ ചെറിയ ഓർബിറ്റലായതുകൊണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല, കാരണം ഓൾറെഡി അവിടെ ഉള്ള ഇലക്ട്രോണുകൾ റിപ്പൽ ചെയ്യുന്നത് കൊണ്ട്. സോ ദിസ് ഇസ് ദ റീസൺ വൈ ഇവിടൊക്കെ എന്തുകൊണ്ട് സെക്കൻഡത്തെ ആൾക്കാർ 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത്. അവർക്ക് താരതമ്യേന വലിയ ഷെല്ലായിരിക്കും, എന്നാലോ ന്യൂക്ലിയർ ചാർജ് വേണ്ടത്ര ഉണ്ടാവും ചെയ്യും. എന്നാൽ ഓക്സിജൻക്കായാലും നൈട്രജൻക്കായാലും ഫ്ലൂറിനായാലൊക്കെ തന്നെ ചെറിയ ന്യൂക്ലിയർ ചാർജ് നല്ലോണം ഉണ്ട്, പക്ഷെ ചെറിയ ഷെല്ലായതുകൊണ്ട് ഓൾറെഡി അവിടെ ഉള്ള ഇലക്ട്രോണുകൾ പുതിയ വരുന്ന ഇലക്ട്രോണ് റിപ്പൽ ചെയ്യും, സിഗ്നിഫിക്കൻറ്റ് റിപ്പൾഷൻ ഫീൽ ചെയ്യും അവിടെ. പക്ഷേ ഇവിടെ അതില്ല, അതുകൊണ്ടാണ് ഇവർ ഫസ്റ്റിലേക്ക് എത്തിയത്. ഓക്കെ, സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ സെക്കൻഡത്തെ 2ാമത് വരുന്ന എലമെൻ്റാണ് ഇതിലൊക്കെ ഫസ്റ്റ് കയറി വരുന്നത്. കാരണം അവരുടെ വലിപ്പം കൂടിയത് കൊണ്ട് ഇലക്ട്രോണിക് റിപ്പൾഷൻ കുറവാണ്. 1ാമത്തെ ആൾ അതുകൊണ്ട് റിപ്പൾഷൻ നല്ലോണം ഉള്ളതിനനുസരിച്ച് ബാക്കിലേക്ക് തള്ളപ്പെടുന്നു. അങ്ങനെ അത് ലാസ്റ്റിലേക്ക് കിട്ടും. ഈ കേസിൽ സെക്കൻഡ് തന്നെ വന്നു, കാരണം അത്ര ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. ഇവിടത്തേക്ക് എത്തിയപ്പോൾ അത് ഏറ്റവും ബാക്കിലേക്ക് തള്ളപ്പെട്ടു, കാരണം അവിടെ ന്യൂക്ലിയർ ചാർജ് ഫ്ലൂറിൻ്റെ അത്ര ഇല്ല, എന്നാലും ചെറിയ ഷെല്ലാണതാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, കാണാൻ പഠിക്കുമല്ലോ. ദിസ് ഇസ് ദ ഓർഡർ. ഇനി കുറച്ച് ട്രെൻഡ് ഒന്നുകൂടെ പറയട്ടെ. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റ്. ഓക്കെ, ദെൻ സൾഫർ, സെലീനിയം, ടെല്ലൂറിയം, ബ്രോമിയം, അയോൺ, ഓക്സിജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, നൈട്രജൻ. ഇനി അടുത്തത് പറയാനുള്ളത് നോബിൾ ഗ്യാസുകൾക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. ഇനി ഉള്ളതിൽ തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ഉള്ളത് നിയോണിനാണ്. ഈ എഴുതിയിട്ടുള്ളത് പോസിറ്റീവ് വാല്യൂ ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഈ എഴുതിയതെല്ലാം നെഗറ്റീവ് വാല്യൂ ആണെന്ന് ഓർക്കുമല്ലോ. അതിൽ നൈട്രജൻ മാത്രമേ പോസിറ്റീവ് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ കൂടി വരികയാണ്. ഇത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് വാല്യൂ ആണ് കൂടി വരുന്നത്. അങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് കുറയാണ്. ഈവൻ ഇറ്റ് ഈസ് ഇൻ പോസിറ്റീവ് തന്നെയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇത് നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഇവിടെ ഹീലിയം ലാസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഹീലിയത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ നിയോണിനേക്കാൾ എളുപ്പമാണ്. ഓക്കെ, ഹീലിയത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയത്തിൻ്റെ കോൺഫിഗറേഷൻ എത്തുന്നു. പക്ഷേ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് നിയോൺ പോലത്തെ ആറ്റങ്ങളിലേക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഇറഗുലർ ട്രെൻഡ് എല്ലാവരിലും ഉള്ള പോലെ ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇത് പോസിറ്റീവുള്ള ട്രെൻഡാണെന്നേ ഉള്ളൂ. സോ ഏറ്റവും ബുദ്ധിമുട്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ നിയോണിനാണ്. ഓക്കെ, ഫൈൻ. ഇനി ഇവിടെ നേരത്തെ നമ്മൾ ആദ്യ 5 എലമെൻറ്റും ഏറ്റവും പോസിറ്റീവ് ഉള്ളതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. ആ രീതിയിൽ ഇവിടെ പറയുകയാണെങ്കിൽ എലമെൻറ്റ് വിത്ത് ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ക്ലോറിൻ. ഏതാണ്? ക്ലോറിൻ. ഏതായിരുന്നു ഹയസ്റ്റ് അയണൈസേഷൻ എനർജിയുള്ള എലമെൻറ്റ്? ഹീലിയം, ഹെനിഫറിൻ. ഓർമ്മയില്ലേ? ഇനി പീരിയോഡിക് ടേബിൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത് ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയോഡിൻ. അഥവാ ഹാലോജൻ ഫാമിലിയാണ് ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത്.
ഇനി നമ്മൾ സാധാരണ ഇത്തരം റീഡിംഗ് ഒക്കെ പറയുമ്പോൾ ആദ്യത്തെ 10-20 എലമെൻറ്റുകൾ പരിഗണിച്ചിട്ടാണ് പറയാം. അങ്ങനെ ആദ്യ 20 എലമെൻറ്റുകൾ പറയുമ്പോൾ ഈ ബ്രോമിൻ ഒന്നും ഉൾപ്പെടില്ലല്ലോ. ഏത് വരെ വരുള്ളൂ? കാൽഷ്യം വരെ വരുള്ളൂ. അത് വെച്ചിട്ട് മാത്രം നോക്കുകയാണെങ്കിൽ എമംഗ് ഫസ്റ്റ് 20 എലമെൻറ്റ്സ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ പറയുകയാണെങ്കിൽ ClFSOC, ക്ലഫ്സോക്ക്. സി element with highest element with highest ionization enthalpy നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ നമ്മൾ ഓരോ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ്. ഓക്കെ, സോ ക്ലഫ്സോക്ക്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗ്രൂപ്പ് എന്താ പറയുക, ഗ്രൂപ്പ് ഹാലോജൻ ഫാമിലിയിൽ ക്ലോറിൻ ഫസ്റ്റ് വന്നു, ഫ്ലൂറിൻ രണ്ടാമതായി. സെക്കൻഡ് ഓക്സിജൻ ഫാമിലി എടുത്താൽ സൾഫർ ഫസ്റ്റ് വന്നു, ഓക്സിജൻ ബാക്കിലേക്ക് തള്ളി. ഇവിടെ ഫോസ്ഫറസ് ഫസ്റ്റ് വന്നു, നൈട്രജൻ ബാക്കിലേക്കായി. പിന്നെ പോസിറ്റീവ് വാല്യൂ ആണ് ഈ പറഞ്ഞത്. ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഉള്ളത് നിയോണിനാണ്. ഈ നെഗറ്റീവ് വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻകാണെന്നും പോസിറ്റീവ് നിയോണിനാണെന്നും പറഞ്ഞു. ഇനി പീരിയോഡിക് ടേബിൾ മൊത്തം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? അത് ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിനാണ്. ഇനി ആദ്യത്തെ 20 എലമെൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിന് ക്ലഫ്സോക്കിനാണ്. നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി പറഞ്ഞപ്പോൾ ഹെനിഫറിൻ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത് പോസിറ്റീവ് വാല്യൂ നിയോണിന്, നെഗറ്റീവ് വാല്യൂ ക്ലോറിന്. ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ഉള്ളത് ആർക്കാണ്? ഹീലിയത്തിന്, ഹെനിഫറിൻ, ഹീലിയം. അവിടെ സ്മോളസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് സീഷ്യം ആൻഡ് ഫ്രാൻസിയം. ഇവിടെ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ളത് ക്ലോറിൻ. റൈറ്റ്. ഇനി കുറച്ച് പോയിന്റുകൾ ഏറെ പറയാനുള്ളത്. റിലേഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഈ വാല്യൂ ആണ്. ജസ്റ്റ് ടെക്സ്റ്റിൽ ഒരു ഇക്വേഷൻ കൊടുത്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. തെർമോഡൈനാമിക്സിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് എ കാറ്റോൺ ഈസ് ന്യൂമറിക്കലി എക്സാക്ട്ലി ഈക്വൽ ടു ദ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദ മെറ്റൽ ബട്ട് വിത്ത് നെഗറ്റീവ് സൈൻ. എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സില്ലേ എം പ്ലസ് ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എം ആയി മാറുന്നതും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണല്ലോ. ഇത് ഈ മെറ്റലിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എം പ്ലസ് പ്ലസ് അല്ലേ? ശരിക്കും ഇതൊരു തെർമോഡൈനാമിക് ഇക്വേഷനായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ റിവേഴ്സ് ചെയ്തിട്ടതാണല്ലോ ഇത്. ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എൻതാൽപ്പി സെയിം ആയിരിക്കും, പക്ഷേ സൈനേ മാറുള്ളൂ. എൻതാൽപ്പി സെയിം ആയിരിക്കും, സൈനേ മാറുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ലാപ്ലേസ് റൂൾ. തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇതെന്താണ്? ഇത് ശരിക്കും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്, ഇത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. സോ ഒരു കാറ്റയോണിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ആ മെറ്റലിൻ്റെ കാറ്റയോൺ ആകാൻ വേണ്ടുന്ന അയണൈസേഷൻ എൻതാൽപ്പി തന്നെയാണെന്ന്. അങ്ങനെ ഒരു കാറ്റയോണിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ആ മെറ്റലിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി വിത്ത് ഓപ്പോസിറ്റ് സൈൻ. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ലേസ്റ്റ് നെഗറ്റീവ്? ഏതാണ്? ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഫ്ലൂറിൻ. നമുക്കതിനെ ക്ലഫ്സോക്ക് ഫോർമാറ്റിൽ എഴുതുക. ക്ലഫ്സോക്ക് ഫോർമാറ്റിൽ എവിടെ കിടക്കണം നോക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് ആ എലമെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഫോസ്ഫറസ് ഇതിനകത്തില്ലല്ലോ, ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലോറിനും, ഫ്ലൂറിനും, സൾഫറും കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ? ഫോസ്ഫറസ് വരുള്ളൂ. ആ ഓർഡർ ആലോചിച്ചാൽ മതി. ക്ലഫ്സോക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, എന്താ ഈ ക്ലഫ്സോക്ക്? ClFSOC മനസ്സിലുണ്ടെങ്കിൽ അതൊന്നുമില്ല. ഇനി വി ഹാവ് എ പ്രോബ്ലം ഫ്രം ദിസ് പാർട്ട്. ദാറ്റ് ഈസ് the amount of energy released when 10⁻12 atom of chlorine vapors are converted to Cl- ion. According to the equation, Cl++ gives Cl- is Cl plus alla, what is Cl plus alla, Cl plus electron gives ഇത് ക്ലോറിൻ ആറ്റാണ്. സോ ക്ലോറിൻ പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് ക്ലോറൈഡ് അയോൺ ഈസ് 58.10 joule. Calculate the electron gain enthalpy of chloride ion in kilojoule per mole and electron volt per atom. ഇതിലിപ്പോൾ ഒന്നുമില്ല, യൂണിറ്റിന് കൺവേർട്ട് ചെയ്യുന്ന ഫാക്ടറാണ് വരുന്നത്. ഇത് ജൂളിലാണ് തന്നിട്ടുള്ളത്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? കിലോ ജൂളിലും പറയണം, ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലും പറയണം. നോക്കാം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ആദ്യം നോക്കുക. ജസ്റ്റ് യെസ്, ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോറിൻ ക്ലോറൈഡ് ആകുന്നതിൻ്റെ എനർജി തന്നിട്ടുണ്ട് 10⁻12 മോളിക്യൂളിൻ്റെ ആറ്റത്തിൻ്റെ എങ്കിൽ അതിനെ കിലോ ജൂൾ പെർ മോളിലും ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലും പറയാൻ. ഒന്നുകൂടി പറയട്ടെ, ഉത്തരത്തിലൂടെ വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളൂ. നമ്മളെടുത്ത് ക്ലോറിൻ എന്ന ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡായിട്ട് മാറുകയാണ്.
ഇങ്ങനെ 10⁻12 ആറ്റം ക്ലോറൈഡ് അയോണായിട്ട് മാറാൻ വേണ്ടുന്ന എനർജി എന്ന് പറയുന്നത് 58 അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 58 × 10⁻10 ജൂളാണ്. ഇതിപ്പോൾ 10⁻12 പാർട്ടിക്കിളുടെ കണക്കല്ലേ തന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് അവോഗാഡ്രോ അഥവാ ഒരു മോളിൻ്റെ എണ്ണം കണ്ടിട്ട് അതിനെ കിലോ ജൂളിലേക്ക് മാറ്റുന്നു. അതിൽ നിന്നും പിന്നീട് നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്കൊക്കെ മാറ്റാൻ ഇക്വേഷൻ ഉണ്ട്. ഞാൻ ആദ്യം ഇതിനെ ഒരു മോളിലേക്ക് മാറ്റട്ടെ. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതി കൂടെ ഇതിനെ ഏത് 10⁻12 എണ്ണം ക്ലോറൈഡ് ആകുമ്പോൾ ഇത്ര എനർജി റിലീസ് ചെയ്യും. ഇത് നെഗറ്റീവ് ചെയ്തിട്ട് കാരണം ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഹാലോജൻക്ക് നെഗറ്റീവ് ആണല്ലോ. 6.022 × 10⁻23 ആണെങ്കിൽ അതിന് എക്സ് വേണമെന്ന് എഴുതി. ഈ എക്സ് കാണാൻ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇത് ഇൻറ്റു ഇത് ഈക്വൽസ് ഇത് ഇൻറ്റു ഇത്. സോ എക്സ് ഈക്വൽ ഇത് ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ ഇത്. ഫൈൻ. സോ -58 × 10⁻10 ഇൻറ്റു 6.022 × 10⁻23 ഡിവൈഡഡ് ബൈ 10⁻12 അല്ലേ. ഈ 12ഉം 12ഉം പോയി അവിടെ 11 ഉണ്ടാവും. ആ 11ഉം 10ഉം പോയി അവിടെ 10 ഉണ്ടാവും. സോ വി ഗെറ്റ് -58 × 6.022 × 10. ഇത് സോൾവ് ചെയ്താൽ എന്താ ഉണ്ടാവുക? 58 × 6 ചെയ്ത് കഴിഞ്ഞാൽ എറൗണ്ട് നിങ്ങൾക്ക് കിട്ടുക 3480 ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താൽ എന്താ 6 36 അല്ലേ. അപ്പോൾ എറൗണ്ട് 34 ഉണ്ടാവും. ഇൻറ്റു 10 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ട് അത് 348 ഉണ്ടാവും. ഇൻറ്റു 10 3480 ജൂൾ പെർ മോൾ എന്ന് വന്നു. ഇതാണ് എന്ത് 1 മോള് ക്ലോറിൻ Cl- ആക്കാൻ. ഇപ്പം ഞാൻ ജൂളിൽ പറഞ്ഞു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കിലോ ജൂൾ പെർ മോളിൽ എത്ര, ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിൽ എത്ര എന്നാണ്. ഓക്കെ ആയിക്കോട്ടെ. ഇതിനെ കിലോ ജൂൾക്ക് മാറ്റിയാൽ പോരെ. കിലോ ജൂൾക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ വി ഗെറ്റ് ഇത് നെഗറ്റീവാണ് -3.48 കിലോ ജൂൾ പെർ മോൾ. സോ ഒരു ഉത്തരം റെഡിയായി. ഇനി ഇതിനെ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിൽ പറയണം. ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിൽ പറയാൻ നമുക്കറിയാം 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽസ് 96.45 കിലോ ജൂൾ എന്നറിയാം അല്ലേ. സോ കിലോ ജൂളിനെ ജൂളിലേക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ 96.45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഈ വാല്യൂവിന് ഞാൻ പറയാൻ പോവാണ് -3.48 ഡിവൈഡഡ് ബൈ 96.45 ഈക്വൽസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.036 എന്ന് കിട്ടും നെഗറ്റീവ്. അത്രയും ഇലക്ട്രോൺ വോൾട്ടായി. ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ആണല്ലോ. അപ്പോൾ കിലോ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ 96.45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇലക്ട്രോൺ വോൾട്ടിൽ ജൂൾക്ക് മാറ്റാൻ കിലോ ജൂൾക്ക് മാറ്റാൻ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതാണ് ചെയ്തിട്ടുള്ളത്. സോ 0.036 ഇലക്ട്രോൺ വോൾട്ട് എന്ന ഉത്തരത്തിൽ നമ്മൾ എത്തും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത പ്രോപ്പർട്ടി, നമ്മുടെ ഈ ഓർഡറിലെ 5ാമത്തെ പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടിയിലെ അവസാനത്തെ പ്രോപ്പർട്ടിയുമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇതിൻ്റെ മലയാളം എന്താണെന്നറിയാമോ? വിദ്യുത് ഋണത. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം നമുക്ക് എന്താ പറയുക പ്രത്യേക ഉപകരണങ്ങൾ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കലോറിമീറ്ററുകളൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റീഡിംഗ് ആയിരുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് നോട്ട് എ മെഷറബിൾ വാല്യൂ. It is a comparative non-measurable property of a bonded atom to attract a shared pair of electron. അവിടെ നിൽക്കട്ടെ, ബോണ്ടിങ്ങിൽ നിൽക്കുന്ന ആറ്റത്തിനെ ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കാനുള്ള ഓരോ ആറ്റങ്ങളുടെയും കഴിവിൻ്റെ പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. It is the ability of an atom to attract the electron. It is the ability of an atom to attract the bonded pair of electron towards it. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെയും അയോണൈസേഷൻ എൻതാൽപ്പിയുടെയും അതേപോലെയുള്ള നമ്മൾ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ്റെയും തിയറട്ടിക്കൽ കോൺസെപ്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അക്കോർഡിംഗ് ടു അതിൽ വ്യത്യസ്ത സയൻറ്റിസ്റ്റുകൾ അവരുടെ അഭിപ്രായങ്ങൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന് പോളിംഗ് എന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് നോൺ ആസ് പോളിംഗ് സ്കെയിൽ. മറ്റൊരാൾ മുല്ലിഗൻ ജാഫെ സ്കെയിൽ, മറ്റൊരാൾ ആൽറെഡ് റോക്കോ സ്കെയിൽ. ഏതൊക്കെയാണ്? ഒന്ന് പോളിംഗ്, ലിനസ് പോളിംഗ്. രണ്ടാമത്തത് ആൽറെഡ് റോക്കോ. മൂന്നാമത്തത് മുല്ലിക്കൻ
ജാഫ്. അപ്പോൾ ഈ 3 സയൻറ്റിസ്റ്റുകളുടെ പേരിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലുകളുള്ളത്. അതിൽ പോളിംഗ് എന്ന സയൻറ്റിസ്റ്റ് ഫ്ലൂറിൻ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള എലിമെൻ്റായി പരിഗണിച്ച് അതിന് 4 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തു. അതാണ് ഏറ്റവും മാക്സിമം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള വാല്യൂ എലിമെൻറ്റ്. ഇനി ബാക്കിയുള്ള എലിമെൻ്റ് എല്ലാം അതിൻ്റെ താഴെ വരുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. ഇനി ജസ്റ്റ് ഓരോന്നിലേക്കും ഞാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് പീരിയോഡിക് ടേബിളിലെ ട്രെൻഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ കൂടും, താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ കുറയും. യെസ്. ഇനി ഓരോരുത്തർ സ്കെയിലിനെ പറ്റി ജസ്റ്റ് ഞാനൊന്ന് പറയട്ടെ. ഇതിൻ്റെ വിശദീകരണം ടെക്സ്റ്റിൽ ഇല്ലാത്തത് കൊണ്ടും എൻട്രൻസിന് അപൂർവമായിട്ട് അല്ലെങ്കിൽ ചോദിക്കാറില്ലാത്തത് കൊണ്ടും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഫസ്റ്റത്തെ ആള് പോളിംഗ് സ്കെയിൽ. പോളിംഗ് ബേസ്ഡ് ഓൺ ബോണ്ട് എനർജിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത്. കൈ ബി മൈനസ് കൈ എ ഈക്വൽസ് 0.18 ഇൻറ്റു റൂട്ട് ഡെൽറ്റ. ആ ഡെൽറ്റ കാണാനുള്ള ഫോമാറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ എ എന്ന് പറഞ്ഞാൽ ബോണ്ട് എനർജി ഓഫ് എ, ബി എന്ന് പറഞ്ഞാൽ ബോണ്ട് എനർജി ഓഫ് ബി എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് കേട്ടിരിക്കുക, അതും കാണാൻ പഠിക്കണമെന്നില്ല. ഇനി രണ്ടാമത്തെ സയൻറ്റിസ്റ്റ് ആണല്ലോ. അതിന് മുമ്പ് ദ ലേറ്റസ്റ്റ് സിംപ്ലിഫൈഡ് ഫോർമുല ഈസ് കൈ ബി മൈനസ് കൈ എ ഈക്വൽസ് 0.208 റൂട്ട് ഡെൽറ്റ. ഇത് കിലോ കാലറി പെർ മോളിലാണ്. ഈ റീഡിംഗ് ഒക്കെ ഞാൻ തന്ന നോട്ടിൽ നോക്കിയിട്ട്, റീഡിംഗ് അല്ല ഈ സംഭവം നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക, സമയം കളയരുത്, ജസ്റ്റ് വായിച്ചു വിടുക, ചോദ്യങ്ങളില്ല ഇവിടെ നിന്നും. എ മോർ ആൻഡ് സിംപ്ലിഫൈഡ് ക്വൈറ്റ് അക്യുറേറ്റ് മെത്തേഡ് ദാറ്റ് ഗീവ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഓഫ് ആൻ ആറ്റം ഡയറക്ട്ലി ഫ്രം അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റിയും അയണൈസേഷൻ എനർജി വെച്ചിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷനാണിത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഫൈനലി ദേ ആർ ഗെറ്റിംഗ് 4.07 വാല്യൂ. ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. വാല്യൂ നിങ്ങൾ കണ്ടല്ലോ, 0.187 ഇൻറ്റു IE പ്ലസ് EA പ്ലസ് 0.17. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഉത്തരം കിട്ടുന്നത്. ഓക്കെ. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ലീനിയസ് പോളിംഗ്സ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ IE പ്ലസ് EA ഡിവൈഡ് ബൈ 130 ചെയ്താൽ മതി. അപ്പോൾ ഇലക്ട്രോൺ എന്താ പറയുക, അഫിനിറ്റിയുടെയും ഇലക്ട്രോൺ അയണൈസേഷൻ എനർജിയുടെ ടേമിൽ കാൽക്കുലേറ്റ് ചെയ്യാം, ബോണ്ട് എനർജി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. പല മെത്തേഡുകൾ അദ്ദേഹം സജസ്റ്റ് ചെയ്തു. ഇനി നേരത്തെ പറഞ്ഞത് ജൂളിലാണ്, ഇവിടെ കാലോറിയിലാണ്, ഇവിടെ കിലോ ജൂളാണെങ്കിൽ 540 കൊണ്ട് ചെയ്താൽ മതി. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നല്ലതാണ്, പക്ഷേ പരീക്ഷയ്ക്കൊന്നും ചോദിക്കാറില്ല. ഇനി മുള്ളിഗൻ സ്കെയിലിലാണെങ്കിൽ ഇലക്ട്രോൺ അയോണൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. ഇത് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിൽ ചെയ്യുന്നതാണ്. ഈ വാല്യൂ ബൈ 2 ആകുമ്പോൾ ഇതാണ് മുള്ളിക്കൻ സജസ്റ്റ് ചെയ്ത സ്കെയിൽ. ദാറ്റ്സ് ഓൾ. സോ രണ്ടാൾക്കാരെ സ്കെയിലിനെ പറ്റി ജസ്റ്റ് അതിൻ്റെ ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു, കൂടുതലൊന്നും വേണ്ട, നിങ്ങൾ ആൾക്കാരെ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി കുറച്ച് പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ്. സീഷ്യമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ എലമെൻറ്റ്, അഥവാ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻ്റ് എന്ന് പറയും. ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെൻറ്റ്, ദാറ്റ് ഈസ് മോസ്റ്റ് എന്താ പറയുക നോൺ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടിയ എലമെൻറ്റ് ഫ്ലൂറിനും, മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടിയ എലമെൻറ്റ് സീഷ്യം എന്ന് പറയാം. കാരണം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റാലിക് ക്യാരക്ടർ എന്ന പ്രോപ്പർട്ടിയുടെ ഓപ്പോസിറ്റിൽ പറയുന്ന പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റി മെറ്റാലിക് പ്രോപ്പർട്ടി, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇലക്ട്രോൺ അഫിനിറ്റി കൂടുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുമെന്നല്ലേ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുമെന്ന ട്രെൻഡ് തന്നെയാണ് ഇവിടെയുള്ളത്. ഇനി ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണിത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ചാർജ്, ഹൈബ്രിഡൈസേഷൻ, സറൗണ്ടിങ് ഗ്രൂപ്പ്സ് എക്സെട്ര. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ Fe2+ എന്നും Fe3+ എന്നും 2 ആറ്റങ്ങളുണ്ട്, സ്പീഷീസ് ഉണ്ട്. ഇതിലൊരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ആരാ ഫസ്റ്റ് വാങ്ങുക? തീർച്ചയായിട്ടും പോസിറ്റീവ് ചാർജ് കൂടിയ ഇയാളല്ലേ. ദാറ്റ് മീൻസ് രണ്ടും അയൺ ആണെങ്കിലും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ഉള്ളത് പോസിറ്റീവ് ചാർജ് കൂടിയ അയണിനാണ്. സോ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ ഇലക്ട്രോണോടുള്ള ഇഷ്ടം കൂടും, അതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ഇനി മറ്റൊന്ന് ഹൈബ്രിഡൈസേഷൻ വെച്ച് പറയുകയാണെങ്കിൽ S ഈസ് മോർ പെനട്രേറ്റഡ് ടു ദ ന്യൂക്ലിയസ്. സോ S ക്യാരക്ടർ കൂടുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ഇപ്പം ഞാൻ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ പറയുകയാണെങ്കിൽ sp2 sp3 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ പറയുകയാണെങ്കിൽ S ക്യാരക്ടർ നല്ലോണം S ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ 50 S ക്യാരക്ടർ, 33.3 S ക്യാരക്ടർ, ഇവിടെ എത്രയാ 25% S ക്യാരക്ടർ, നോ S ക്യാരക്ടർ. S ക്യാരക്ടർ കുറഞ്ഞു വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരും.
അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കാർബൺ CH3CH3യിലും കാർബൺ CH ട്രിപ്പിൾ ബോണ്ട് CHലും നിൽക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ വരുന്നത് 2.5 ആണ്, ഇവിടെ വരുന്നത് 3.3 ആണ്. നോക്കണേ വ്യത്യാസം, ഹൈബ്രിഡൈസേഷൻ മാറുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി മാറിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മെറ്റാലിക് ക്യാരക്ടർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോൺ മെറ്റാലിക് ക്യാരക്ടർ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തെന്നാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോണ്ടിൻ്റെ നേച്ചർ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ നേച്ചർ പറയാൻ പറ്റും. എന്താണെന്നറിയാമോ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്, ഇപ്പോൾ ഞാൻ എ എന്ന ആറ്റവും ബി എന്ന ആറ്റവും തമ്മിലാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് ഇരിക്കട്ടെ, ഇത് 1.7നേക്കാളും കുറവാണെങ്കിൽ, ലെസ് ദാൻ 1.7 ആണെങ്കിൽ, ഞാൻ ആദ്യം ഒരു കാര്യം, ആദ്യം 1.7 എടുക്കട്ടെ, ഇത് 0 ആണെന്നിരിക്കട്ടെ, ഇത് 0 ആണെങ്കിൽ ആ മോളിക്യൂള് പ്യുവർ കോവാലൻ്റ് ആണ്, മീൻസ് പോളാർ ക്യാരക്ടർ ഇല്ലാത്ത പ്യുവർ കോവാലൻ്റ് ബോണ്ട്. ഇനി കൈ മൈനസ് കൈ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 1.7 ആണെങ്കിൽ അത് കോവാലൻ്റ് ആണ്, പോളാർ കോവാലൻ്റ് എന്ന് വിളിക്കും. പോളാർ കോവാലൻ്റ് 0യേക്കാൾ കൂടുതലും 1.7ൻ്റെ താഴെയുമാണെങ്കിൽ പോളാർ കോവാലൻ്റ്. എന്നാൽ ആ ഡിഫറൻസ് ബിറ്റ്വീൻ 1.7 ടു 1.9 ആണെങ്കിൽ നമ്മൾ അതിനെ 50% അയോണിക് എന്നും 50% കോവാലൻ്റ് എന്നും പറയും. എന്നാൽ കൈ എ മൈനസ് കൈ ബി എന്ന് പറയുന്നത് 1.9നേക്കാളും കൂടുതലാണെങ്കിൽ അതിന് അയോണിക് ക്യാരക്ടറാണ് കൂടുതൽ എന്നാണ് പറയാം. അപ്പോൾ ഒരു ലിമിറ്റ് നോക്ക്, ലിമിറ്റ് എങ്ങനെ വന്നതിപ്പോൾ 1.7 1.9, ഇവിടെ 0 ഇവിടെ 4, ഇത്രയും വരാലോ. ഇതിലിപ്പോൾ ഇത്രയും ഭാഗം വരുമ്പോൾ അത് കോവാലൻറ്റും പോളാർ കോവാലൻറ്റുമാണ് വരിക. ഈ റേഞ്ചിൽ വരുമ്പോൾ അത് 50% അയോണിക്കും കോവാലൻ്റ് വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി അത് അയോണിക് ആയിരിക്കും. ദാറ്റ്സ് ഓൾ, റൈറ്റ്? ഇനി നെക്സ്റ്റ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഇനി പ്രധാനപ്പെട്ട കുറച്ച് എലമെൻറ്റുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ കാണാൻ പഠിക്കണം. ഏതാ? ഹൈഡ്രജൻ 2.1, അതവിടെ കേട്ടെ, ഹൈഡ്രജൻ 2.1. ഇനി നോക്ക്, ലിത്തിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഞാനത് അതിൽ പറയുന്നതിനേക്കാൾ നല്ലത് സെപ്പറേറ്റ് വരച്ച് പറയുന്നതായിരിക്കും. ലിത്തിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. തുടങ്ങിക്കോ. 1 1.5, 2 2.5, 3 3.5, 4. നല്ല സുഖല്ലേ ഓർക്കാൻ? ഈ വാല്യൂ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും. ഇനി കുറച്ചും കൂടെ അത്യാവശ്യമുള്ളതെന്ന് പറയുന്നത് ക്ലോറിൻ 3 ആണെന്നും, ഓക്സിജൻ 2.5, നൈട്രജൻ 2.1, ഫോസ്ഫറസ് 2.1, സിലിക്കൺ 1.8, അലൂമിനിയം 1.5, മഗ്നീഷ്യം 1.2, സോഡിയം 0.9, അങ്ങനെയൊക്കെയാണ്. നോക്കി ഇവിടുത്തെ ഡിഫറൻസ് നോക്ക്, 0.3, ഇതോ 0.3, ഇതോ 0.3, ഇതോ 0.3, ഇതോ 0.4, ഇത് 0.5. നല്ലൊരു കണക്ഷൻ ഉണ്ട് ഇവിടെയൊക്കെ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാതെ പഠിക്കാൻ പറ്റുന്ന റീഡിങ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ അത്ര അങ്ങോട്ട് കാണാൻ പഠിക്കേണ്ടതില്ല, ഇത് നിങ്ങൾ കാണാൻ പഠിക്കണം. ഓക്കെ, ഈ ബോർഡിൽ എഴുതിയ ഈ റീഡിംഗ് ഒക്കെ കാണാൻ പഠിക്കാൻ പറ്റിയത് നന്നായി. മിനിമം നിങ്ങൾ ഈ ഫസ്റ്റ് റോ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇത്രയുമാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പീരിയോഡിക് ട്രെൻഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അറ്റോമിക് സൈസ്, അയോണിക് സൈസ്, അയോണൈസേഷൻ എനർജി, ഇലക്ട്രോൺ ഗെയിൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കില്ല. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൂടും, ടോപ്പ് ടു ബോട്ടം കുറയും. പിന്നെ ജനറൽ എന്താ പറയുക, ഇറഗുലാരിറ്റി വളരെ കുറവാണ്. അതും തന്നെ നമ്മൾ തുടർ പാഠങ്ങളിലൊക്കെ പഠിക്കും. അയോണൈസേഷൻ എനർജി നിങ്ങൾ ശരിക്കും കൺഫ്യൂസ് ആകും. ഇലക്ട്രോൺ ഗെയിൻ എനർജിയും പ്രശ്നം വരും. നിരന്തരം വീഡിയോ കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റാകും. ബാക്കി നമുക്ക് ഡയറക്റ്റായിട്ട് സൂമിലൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ.